ഗ്രേറ്റ്. കേൾക്കുന്നില്ലേ ബാബു? കേൾക്കുന്നുണ്ട്. ആ വോയിസ് കുറച്ച് കുറവുള്ള പോലെ തോന്നുന്നു എനിക്ക്. ക്ലിയർ ആണ്, എനിക്ക് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് ബൈജൂസ് അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചാറ്റ് വിത്ത് ചാമ്പ്യൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഗതിയല്ല, എങ്കിലും 2 മാസം കൂടുമ്പൊക്കെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. ലാസ്റ്റ് നമ്മുടെ ജയലക്ഷ്മി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ചാറ്റ് വിത്ത് ചാമ്പ്യൻസിനകത്ത്. അപ്പൊ ഇന്ന് കാരണം സുരേഷ് ബാബുവിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം LICയിലൊക്കെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഞാനും സാറും അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് 1-2 കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അങ്ങനെ വളരെ അടുത്ത സൗഹൃദം ഇപ്പോഴും സൗഹൃദം നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോ LICയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ വളർച്ച അത്ഭുതകരമായിരുന്നു. കാരണം ഏതൊരു LIC ഏജന്റും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ബാബുവിന്റെയൊക്കെ ഒരു വളർച്ച വരുന്നത്. അപ്പോ സുരേഷ് ബാബുവിനെ വളരെ സ്നേഹപൂർവ്വം ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു LIC ഏജന്റ് എന്ന നിലയിൽ, സക്സസ്ഫുൾ ആയിട്ടുള്ള LIC ഏജന്റ് എന്ന നിലയിൽ, കാരണം ഞാൻ പ്രൊഫൈൽ പറഞ്ഞിരുന്നു 9 വർഷമായിട്ടുള്ള ഏജൻസി എടുത്തിട്ട് ഈ 9 വർഷത്തിനകത്ത് 6 തവണ ഡബിൾ സെഞ്ചുറിയൻ, 3 തവണ സെഞ്ചുറിയൻ, 4 തവണ കണ്ടിന്യൂസ് ആയിട്ട് MDRT ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാലക്സി ക്ലബിലെ ഫസ്റ്റ് ഇയർ ക്വാളിഫയർ ആണ്. പാലക്കാട് പോലുള്ളൊരു ഞാനൊക്കെ പാലക്കാട് കുറച്ച് അടുത്ത സ്ഥലത്താണ് താമസിക്കുന്നത്. ബാബുവൊക്കെ ആണെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വന്നിട്ടാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സും പെർഫോമൻസും ഒക്കെ കാഴ്ചകൊണ്ടിരിക്കുന്നത്. അപ്പോ സുരേഷ് ബാബുവിനെ ഹൃദയപൂർവ്വം, നമ്മളുടെ സ്നേഹപൂർവ്വം, സന്തോഷപൂർവ്വം ബൈജൂസ് അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിലേക്ക്, അതുപോലെ ചാറ്റ് വിത്ത് ചാമ്പ്യൻ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഞാൻ എപ്പോഴും പറയും, സിറ്റ് വിത്ത് വിന്നേഴ്സ് ദ കോൺവെർസേഷൻ ഈസ് ഡിഫറെന്റ് എന്ന്. വിജയികളോടൊപ്പം ഇരിക്കുമ്പോഴാണ് നമുക്ക് സക്സസ് ആവാനുള്ള കുറെ ഐഡിയാസും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പൊ ബാബു അത് കൃത്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വിജയമന്ത്രങ്ങൾ യാതൊരു ഒളിയും മറയും കൂടാതെ നമ്മളോട് പറയും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതൊരു ചാറ്റ് വിത്ത് ചാമ്പ്യൻ എപ്പോഴും നമ്മളൊരു ഇന്റർവ്യൂ മോഡലിലാണ് ചെയ്യുക. സാധാരണ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് പോലെ അങ്ങനെ തുടങ്ങുകയല്ല. നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് സൈഡുള്ള നമ്മുടെ ചാമ്പ്യൻ മറുപടി പറയുന്ന രീതിയിലാണ് ഈ കാര്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള അവസരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, വെൽക്കം സുരേഷ് ബാബു വൺസ് അഗൈൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ബൈജൂസ് അക്കാഡമി ആൻഡ് ചാറ്റ് വിത്ത് ചാമ്പ്യൻസ്. അപ്പോ നമുക്ക് തുടങ്ങാം. ഓക്കെ, ബാബുവിനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മളൊക്കെ പല പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തിരുന്ന് പല കമ്പനികളിലൊക്കെ മാർക്കറ്റിംഗിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാനൊരു സമയത്ത് ഗവൺമെന്റ് ജോലിയിലേക്ക് മാറിപ്പോയി. പിന്നെ ബാബുവിനെ ഞാൻ കാണുന്നത് ഒരു ഘട്ടത്തിൽ LIC ഏജൻസി പാലക്കാട് ബ്രാഞ്ച് 2 എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് കാണുന്നത്. അപ്പൊ LIC ഏജൻസി സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? പല കമ്പനികൾ പല വർക്കുകളും ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ബാബു വർക്ക് ചെയ്ത ചെറുപ്പം മുതൽ വളരെ കഠിനാധ്വാനിയായിട്ട് പല വർക്കുകളും ചെയ്തിട്ടുണ്ട്. അതിൽ അച്ചാർ കച്ചവടം വരെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ ഒരു സംഗതിയിൽ നിന്നൊക്കെ മാറി LIC ഏജൻസി സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? അതായത് 2014 ഡിസംബറോടുകൂടി ഏകദേശം സ്റ്റില്ലായിട്ട് ഒരു 3 ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിരുന്ന 2.5-3 ലക്ഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കരിയറിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാം. ഡിസംബർ ഒരു 14-15 അത് ഫുള്ളായിട്ടും അത് ബ്ലോക്കായി, സ്റ്റോപ്പായി. ജസ്റ്റ് അടുത്ത സെക്കൻഡ് മുതൽ, അടുത്ത ദിവസം മുതൽ മിനിമം ഒരു 1 ലക്ഷം രൂപയെങ്കിലും മാസം കിട്ടുന്ന ലെവൽ ഉണ്ടെങ്കിലേ എനിക്ക് അന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അതിന് നമ്മൾ കുറെ സെർച്ച് ചെയ്തപ്പോ നമ്മുടെ മുമ്പിൽ കണ്ട ഒരു വഴി LIC മാത്രമായിരുന്നു. ബാക്കി ഒന്നും നമ്മൾ ആലോചിച്ചില്ല, നേരെ പോയി ജോയിൻ ചെയ്തു. 2015 ജനുവരി 1 മുതൽ ജസ്റ്റ് മാർച്ച് 31 55 പോളിസികളാണ് ആ 90 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. പിന്നെ ഏപ്രിൽ 1 മുതൽ ആ വർഷം 248 പോളിസികൾ ചെയ്യാൻ സാധിച്ചു. ആ ഒരു കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് നമ്പറിലായിരുന്നു ഫുൾ എന്റെ ഫോക്കസ്. പക്ഷെ ഇപ്പൊ നമ്മളത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധയോടെ കേൾക്കുക. എന്നിട്ട് അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു,
വാട്ട് ഇസ് ദ റീസൺ നിങ്ങൾ LIC ഏജൻസി ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു എന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അത് തന്നെയാണ് കാരണം. എനിക്ക് 1,00,000 രൂപ വേണം മാസം. അതിന് നോ കോംപ്രമൈസ്. എന്റെ മുന്നിൽ വേറെ ഒരു വഴികളോ അതിന് വേറൊരു ഓപ്ഷനോ ഉണ്ടായിരുന്നില്ല. അതിന് ഞാൻ അന്വേഷിച്ചതിൽ എനിക്ക് കണ്ട ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു നല്ല ഒരു വഴി എന്ന് പറയുന്ന LIC മാത്രമാണ് എന്റെ മുന്നിൽ തെളിഞ്ഞു വന്നൊരു മാർഗം. പിന്നെ രണ്ടും ഒന്നും ആലോചിക്കാതെ തന്നെ ഫുൾ എനർജിയിൽ ഫുൾ നമ്മുടെ മാക്സിമം കപ്പാസിറ്റി എടുത്തുകൊണ്ട് ഈ 2015 ജനുവരി 1 മുതൽ LICയിൽ കാലുകുത്തി. കാരണം ഇൻകം എനിക്ക് 1,00,000 രൂപ വേണം മാസം, അതിൽ നോ കോംപ്രമൈസ്. അത് പിടിച്ചെടുക്കാനുള്ള ഒരു ഓട്ടോ ആയിരുന്നു ആ ജനുവരി 1 2015 ജനുവരി 1 എന്റെ ഏജൻസി കോഡിന്റെ സ്റ്റാർട്ടിങ്. അവിടെ മുതൽ ആ ഒരു റണ്ണിങ് ആയിരുന്നു, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോ ഈ 1,00,000 രൂപ ഇൻകം എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കുമ്പോ നിങ്ങളുടെ മുന്നിൽ 1,00,000 രൂപ LICയിൽ നിന്ന് ഇൻകം വാങ്ങുന്ന ആരെങ്കിലും റോൾ മോഡൽ ആയിട്ട് ഉണ്ടായിരുന്നോ? ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് ഇൻഷുറൻസ് മേഖലയിലൂടെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. നമ്മളും മാർക്കറ്റിംഗ് ഫീൽഡിൽ തന്നെ ആയിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് റോങ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് അതിൽ ശോഭിക്കാൻ സാധിച്ചു. പക്ഷെ അതൊരു പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ബാക്കിൽ പോകേണ്ട അവസ്ഥ വന്നു. പക്ഷെ നമ്മുടെ മുന്നിൽ ഒരുപാട് ഇൻഷുറൻസ് മേഖലയിലൂടെ വിജയിച്ചു വന്ന ഒരുപാട് പേരും നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു തുടക്കമായിരുന്നു ജസ്റ്റ്. അത് നമ്മളെ ഇന്നത്തെ ശരി. തുടങ്ങിയ കാലം മുതൽ തന്നെ സെഞ്ചുറിയൻ, ഡബിൾ സെഞ്ചുറിയൻ എന്നുള്ള സംഗതിയിലായിരുന്നു താങ്കളെ ഞാൻ കണ്ടിട്ടിരിക്കുന്നത്. തുടങ്ങിയ അടുത്ത വർഷം തൊട്ട് തന്നെ ഡബിൾ സെഞ്ചുറിയൻ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ കസ്റ്റമറെ കണ്ടെത്തിയിരുന്നത്? കാരണം പുതുതായിട്ട് ഏജൻസി എടുത്ത ധാരാളം ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ തുടക്കകാലത്ത് ഏതൊരു LIC ഏജന്റും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് തങ്ങളുടെ കോഡ് നമ്പറിനുള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയായിരുന്നു തുടക്കകാലത്ത് ഈ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്ന പ്രോസ്പെക്ടിങ് മെത്തേഡ്സ് എന്തായിരുന്നു? നമ്മള് ആദ്യം ജസ്റ്റ് LIC വന്നപ്പോ ഇതിന്റെ LICയുടെ കുറെ സാധ്യതകൾ, ഇത് നമുക്ക് എവിടെ മാർക്കറ്റ് ചെയ്യാമോ, കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് കുറച്ച് നമ്മുടെ അതായത് നമുക്ക് ഫീൽഡിൽ നിന്നും സപ്പോർട്ട് കിട്ടാവുന്ന രീതിയിൽ എന്ത് ചെയ്യാമെന്നായിരുന്നു നമ്മൾ കുറച്ച് സമയം വാച്ച് ചെയ്തത്. അതിൽ നമ്മൾ ഏറ്റവും എനിക്കൊരു പോസിറ്റീവായി കണ്ടത് ഭീമ സ്കൂൾ, ഭീമ ഗ്രാമം എന്ന് പറഞ്ഞ 2 പ്രോജക്റ്റുകൾ നമുക്ക് ആ ലോക്കൽ ആളുകളുടെ സപ്പോർട്ടോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു 2 പ്രോജക്റ്റാണ്. അതിൽ ഭീമ സ്കൂൾ ഞാനൊരു 10 ഭീമ സ്കൂളുകൾ കണ്ടിന്യൂ ആയി ചെയ്ത് ഇപ്പൊ 1 വർഷമായിട്ട് ഞാൻ അത് ചെയ്യുന്നില്ല. പക്ഷെ ഭീമ സ്കൂൾ തന്നെയാണ് എന്നെ ഇതുവരെ കൊണ്ട് എത്തിച്ചതും. ഭീമ സ്കൂൾ, ഭീമ ഗ്രാമം പോലെയുള്ള പ്രോജക്റ്റുകൾ ആണ് ഈ നമ്പർ ഓഫ് പോളിസികളിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിച്ച ഒരു മുഖ്യ ഘടകം എന്ന് പറയുന്നത് ഭീമ സ്കൂളും ഭീമ ഗ്രാമം എന്ന് പറഞ്ഞ ആ 2 പ്രോജക്റ്റുകൾ. അപ്പോ ഈ ഭീമ സ്കൂളും ഭീമ ഗ്രാമിലൂടെയാണ് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ ഇങ്ങനെ നമ്പർ ഓഫ് പോളിസി കൂടുതൽ കിട്ടാനുള്ള ഒരു റീസൺ അതായിരുന്നു അല്ലേ? ഇപ്പൊ താങ്കൾ ഒരു 10ഓളം ഭീമ സ്കൂളുകൾ ചെയ്താണ്. ഇപ്പൊ ഞാനൊരു ട്രെയിനർ എന്ന നിലയിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ധാരാളം ആളുകൾ ഈ ഭീമ സ്കൂളിനെ കുറിച്ച് എൻക്വയറി ചെയ്യാറുണ്ട്. കുറച്ച് കൂടുതലായിട്ട് നമ്പർ ഓഫ് പോളിസി കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോ അതിന്റെ അകത്തുള്ള പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എന്താണ് ശരിക്കും ഭീമ സ്കൂളും ഭീമ ഗ്രാമം ഒക്കെ ചെയ്യുമ്പോൾ? പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്പർ ഓഫ് പോളിസി കയറി വരാൻ നമുക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ ഭീമ സ്കൂളും ഭീമ ഗ്രാമം എന്ന് പറയുന്നത്. വളരെ ഷോർട്ട് ടൈമിൽ തന്നെ നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് പോളിസി കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊരു പോസിറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഏരിയയിൽ, കാരണം ഇത് പല ഏജന്റുമാരുടെയും കുത്തകയ്ക്കുള്ളിലാണ് നമ്മൾ കയറി കളിക്കുന്നത്. അപ്പൊ കയറി കളിക്കുമ്പോൾ ഈ വ്യക്തി അവിടുന്ന് പോളിസി ഒന്നും റണ്ണിങ് ആവുന്നത് വരെ കാര്യമായിട്ട് ഈ ഏജന്റിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒന്ന് റണ്ണിങ് ആയി വരുമ്പോൾ അവിടെയുള്ള ലോക്കൽ ഏജന്റുമാര് നമുക്ക് അതൊക്കെ റോങ് ആണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആ കസ്റ്റമറെയും മറ്റും കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് ആ പോളിസി കാരണം നമുക്ക് ആ വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറവായിരിക്കും. നമ്മൾ ജസ്റ്റ് ആ സ്കൂളിന്റെ പേര് പറഞ്ഞിട്ടോ മറ്റോ ആണ് നമ്മൾ പോയി ക്യാൻവാസ് ചെയ്യുന്നത്. ഇത് അവിടെയുള്ള ലോക്കൽ ഏജന്റുമാർ എനിക്ക് പറ്റിയ അനുഭവമാണ് പറയുന്നത്. അവിടുത്തെ കുറെ ഏജന്റുമാർ അതിനെ പിടിച്ച് നമ്മളെ അത് ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്നു. ഒരു 90% അവരിതൊന്നും അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇതിൽ അങ്ങനെയാണ്, കുറെ തെറ്റായ കാര്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് ലാപ്സിലേക്ക് വരാനുള്ള സാധ്യതയും അവിടെ കൂടുതലാണ്. അത് പിന്നെ നമ്മുടെ കപ്പാസിറ്റിയും നമ്മൾ
കാര്യങ്ങളൊക്കെ വെച്ച് അത് കയറ്റിയെടുക്കാം. പക്ഷെ അത് വളരെ ഒരു ടഫായിട്ടുള്ള വർക്കായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ 1-2 വർഷത്തോളമായിട്ട് അതിൽ നിന്നുകൊണ്ട് കുറച്ച് ബാക്ക് അടിക്കാനുള്ള കാരണം. ലാപ്സ് വളരെ കൂടുതലായിരുന്നു. അതായത് ഈ റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ടും ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനവും കൂടെ ചിലപ്പോൾ ഞാൻ 1-2 ഭീമ സ്കൂളിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് വലിയ പരിചയമില്ല, സ്കൂളുമായിട്ടാണ് കണക്ട് ആവുക. അപ്പൊ അതുകൊണ്ട് ലാപ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ. അപ്പോ അടുത്തതായിട്ട് എനിക്ക് സുരേഷ് ബാബുവിനോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നോക്ക്, നമ്പർ ഓഫ് പോളിസികൾ കൂടുതൽ ചെയ്യുന്ന ഏജന്റ് ഒരു ഘട്ടം കഴിയുമ്പോൾ പെട്ടുപോകുന്ന ഒരു ട്രാപ്പാണ് സർവീസ് ട്രാപ്പ്. കാരണം ധാരാളം സർവീസുകൾ കൊടുത്ത് നമുക്ക് ഒരു പരിധി വരെ പുതിയ പോളിസികളൊക്കെ ക്യാൻവാസ് ചെയ്യാൻ പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു ട്രാപ്പിലൊക്കെ പെടാറുണ്ട് എന്ന് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇപ്പോ ഇത്രയും കാലം ഈ 6 തവണ ഡബിൾ സെഞ്ചുറിയനും 3 തവണ സെഞ്ചുറിയനും ഒക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് ഈ സർവീസ് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി ലാബ്സ് ഇല്ലാതെ ഈ ഗാലക്സി ക്ലബിലൊക്കെ എലിജിബിൾ ആവുന്നതൊക്കെ എങ്ങനെയാണ്? എന്താണ് അതിന്റെ ഒരു മാജിക്? എന്താ ചെയ്യുന്നത് സർവീസിന് വേണ്ടി? മാജിക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. നമുക്കൊരു ഫീൽഡിലും നമുക്കൊരു സ്റ്റാഫ് ഉണ്ട്, ഓഫീസ് സ്റ്റാഫ് ഉണ്ട്. അങ്ങനെ സ്റ്റാഫുകളെ കുറച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പരമാവധി നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സർവീസ് കുറച്ച് സ്മൂത്ത് ആക്കിയിട്ട് അങ്ങനെയുള്ള രീതിയിൽ അതിനെ കുറച്ചുകൂടി സ്മൂത്ത് ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അതിൽ വീഴ്ചകളും ഇതും വരുന്നുണ്ട്. എങ്കിലും നമ്മൾ മാക്സിമം സ്റ്റാഫിനെ വെച്ചുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതാണ് അതിനെ ബാലൻസ് ചെയ്യാൻ നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ നല്ല സ്റ്റാഫുകളെ വെച്ചുകൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അവരെ കറക്റ്റ് സമയത്ത് അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളും കൃത്യമായി ചെയ്തു കൊടുത്ത് നമ്മൾ എത്തിപ്പെടാൻ ഇപ്പൊ നമുക്ക് ഒരു 90% ഗൂഗിൾ പേ, ഫോൺ പേ, മറ്റുള്ള ഓൺലൈനിലൂടെ നമ്മൾ അത് അടപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലാത്തവരെ നമ്മൾ നേരിട്ട് പോയി എടുക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഒന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ലാപ്സ് വരുന്നുണ്ട്. ഈ സർവീസ് എന്ന് പറയുമ്പോ പ്രീമിയം കളക്ഷൻ മാത്രമല്ലല്ലോ, അതിനകത്ത് വേറെ കുറെ കാര്യങ്ങളും വരുമല്ലോ. ഇപ്പൊ ലോൺ എടുത്തു കൊടുക്കുക. ഇപ്പൊ പലപ്പോഴും പല ഏജൻസി സുഹൃത്തുക്കൾ എന്നോട് പറയാറുണ്ട്, വളരെ കാലമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട്, സാറേ പുതിയ പോളിസി ചേർക്കാൻ പോകുന്ന സമയത്തായിരിക്കും ഒരു ലോണിന്റെ അപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു അസൈൻമെന്റോ റിവൈവലോ ഇതൊക്കെ സ്റ്റാഫിനെ വെച്ച് ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മൾ രണ്ടുപേരും ചെന്നൈയിലൊക്കെ ഒരുപാട് ധാരാളം ലെജൻസിന്റെ ഓഫീസൊക്കെ പോയി കാണുന്ന ആളുകളാണ്. രണ്ടാളും പോയിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട് പോലുള്ള ഒരു സ്ഥലത്ത് ഒരു സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് ആ പണി മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ഒരു അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്റ്റാഫ് നമുക്കുള്ള ഏജൻസി 3 അത് കഴിഞ്ഞിട്ട് ബാക്കി 3 ഏജൻസി എടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഭീഷണി താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. പ്രീമിയം കളക്ഷൻ അല്ലാത്ത സർവീസുകൾ എങ്ങനെ ചെയ്യുന്നു? അങ്ങനെ സർവീസിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് താങ്കളുടെ സ്റ്റാഫിന് ഏജൻസിയൊക്കെ ഓഫർ ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നമ്മളുടെ സ്റ്റാഫിന് വന്നിട്ടില്ല. ഇനി വരുമോ എന്നുള്ള അറിയില്ല. ഇതുവരെ വന്നിട്ടില്ല. അത്യാവശ്യം നമ്മൾ പക്ഷെ നമ്മൾ സ്റ്റില്ലായിട്ട് ഒരുപാട് ടൈം അവിടെ ഓഫീസിൽ സ്പെൻഡ് ചെയ്യാൻ അയക്കില്ല. നമ്മളെ ഓഫീസിൽ നമ്മളുമായിട്ട് കുറച്ച് സപ്പോർട്ട് ചെയ്യാവുന്ന കുറച്ച് പേര് നമ്മളുടെ സർവീസ് ഓഫീസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ വളരെ പേപ്പർ വർക്കും മറ്റും ക്ലിയർ ആയിട്ട് നമ്മൾ ഓഫീസിൽ നിന്ന് കൊടുത്ത് അവിടെ ഏൽപ്പിച്ചിട്ട് വരിക മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ പരമാവധി അവരെ ഓഫീസിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് സമയം ഓഫീസിൽ ചെലവഴിക്കുന്ന രീതിയിലുള്ള അത് ചെയ്യില്ല. കാരണം അതാത് ഓഫീസുകളിൽ നമ്മളുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള നമ്മുടെ എസ്ഒ ആവാം, നമ്മളുടെ ഡയറക്റ്റ് ബ്രാഞ്ച് 2 ആവാം. ഇവിടെ നമുക്ക് സർവീസ് ചെയ്യാൻ പാകത്തിലുള്ള 1-2 അവിടുത്തെ സ്റ്റാഫുകൾ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ബാക്കി പിന്നെ അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് അതിനെ സ്മൂത്ത് ആക്കി ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ നാളെ ചിലപ്പോൾ ഇവർക്ക് കൂടുതൽ സമയം അവിടെ ചെലവഴിക്കേണ്ട സമയം വരാം. പക്ഷെ ഇപ്പോ ഈ നിമിഷം വരെ ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഓക്കെ. അപ്പൊ പ്രീമിയം കളക്ഷൻ ഇപ്പൊ കുറച്ചും കൂടി ഈസിയാണ് ടെക്നോളജി ഒക്കെ വന്നതുകൊണ്ട്. ബാക്കിയുള്ള മറ്റ് സർവീസുകളിലാണ് നമുക്ക്. ഓക്കെ. അപ്പൊ താങ്കളോട് എനിക്ക് അടുത്ത് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കൾ ഒരു 4-5 വർഷം നമ്പർ ഓഫ് പോളിസിയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡബിൾ സെഞ്ചുറിയനൊക്കെ ചെയ്തിരുന്നു. ഇപ്പോഴാണ് MDRT പോലുള്ള ഒരു സംഗതിയിലേക്ക് മാറണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നത് എപ്പോഴായിരുന്നു? MDRT ഒരു ഡ്രീം ആയിട്ട് എപ്പോഴായിരുന്നു മനസ്സിൽ കൊണ്ടുവന്നത്? 2018 ലാസ്റ്റ് 4 ഇയർ ആയിട്ട് കണ്ടിന്യൂസ് MDRT ആണല്ലോ. എങ്ങനെയാണ് അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് എങ്ങനെയാ സാധ്യമായത്? അതായത് 2018 ജൂൺ 12 മുതലാണ് ഞാൻ ഗോപിനാഥ് സാറുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. സ്റ്റില്ലായിട്ട് അത് മുതൽ ഇതുവരെ എല്ലാ കോഴ്സുകളും ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു സാറിന്റെ, ഗോപിനാഥ് സാറിന്റെ.
സാറ് എന്നോട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നിങ്ങളൊരു LIC ഏജന്റ് 5 വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു MDRT എങ്കിലും ആയിരിക്കണം. ജസ്റ്റ് 10 വർഷം നിങ്ങളൊരു LIC ഏജൻസി കരിയർ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു COT എങ്കിലും ആയിരിക്കണം. 15 വർഷം പിന്നിട്ടിട്ടുണ്ടെങ്കിൽ ഒരു TOT എങ്കിലും ആയിരിക്കണം എന്നുള്ള ഒരു പോയിന്റ് സാറ് വളരെ ശക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പോയിന്റ് ആണ്. ആ ജസ്റ്റ് 5ാമത്തെ വർഷം തന്നെ ഞാൻ എൻ്റെ MDRT ഫിനിഷ് ചെയ്തു. ജസ്റ്റ് ഇതാ 9ാമത്തെ വർഷം കഴിഞ്ഞ് 10ാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ്. ഒരു COT എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ആ ലക്ഷ്യം വെച്ചിട്ടാണ് ഓടുന്നത്. അത് തന്നെയാണ് ഒരു മിനിമം 5 വർഷമെങ്കിലും ഒരു LIC ഏജൻസി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു MDRT എങ്കിലും ചെയ്തിരിക്കണം എന്നുള്ള ആ സാറുടെ ആ മോട്ടിവേഷൻ ആണ് MDRTയിലേക്ക് എത്താനും MDRTയിലേക്ക് ശ്രമിക്കാനും ഒക്കെ നമ്മളെ വഴിവെച്ച് തന്ന ഒരു പ്രധാന കാരണം. അപ്പൊ ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. കാര്യം ഗോപിനാഥ് സാറ്, ഞാനും പോയിരുന്നു, ആ സുരേഷ് ബാബുവിന് മുമ്പ് ഗോപിനാഥ് സാറിന്റെ സെഷനിൽ ഞാനാ പോയിരുന്നത്. അപ്പോ 5 വർഷം മിനിമം നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ MDRT ആവണമെന്നാണ് അദ്ദേഹം ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ബാബു പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഇന്നുവരെ MDRT ആവാത്ത ആളുകൾക്കുള്ള ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഓക്കെ സുരേഷ് ബാബു, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ താങ്കൾ ഈ നമ്പർ ഓഫ് പോളിസികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പൊതുവെ സം അഷ്യൂർഡ് വളരെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ കോട്ടായം, നെന്മാറ അല്ലെങ്കിൽ അതുപോലെ താങ്കളുടെ സ്ഥലം പോലുള്ള സ്ഥലത്തൊക്കെ സം അഷ്യൂർഡ് വളരെ ചെറുതായിട്ടായിരിക്കും നമ്മൾ ചേർക്കുന്നുണ്ടാവുക. അപ്പൊ ആദ്യ വർഷത്തിലൊക്കെ MDRTയിലേക്ക് പോവാൻ ചെറിയ സം അഷ്യൂർഡുകൾ, കാരണം ഇവിടെ പല ഏജന്റുമാർക്കുള്ളൊരു ആശങ്കയാണ്, സാറേ ഞങ്ങൾ ചെറിയ ചെറിയ സം അഷ്യൂർഡുകളൊക്കെയാണ് ചേർക്കുന്നത്, അത് വെച്ചിട്ട് നമുക്ക് MDRTയിലേക്ക് എത്താൻ പറ്റും, MDRT ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ പോളിസികൾ ചേർക്കണം എന്നുള്ള സംഗതിയൊക്കെ ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് മന്ത് പോലും താങ്കൾ ഒരു 1 crore പോളിസി 50 ലക്ഷം ഭീമാശ്രീയും 50 ലക്ഷം ഉത്സവം ചേർത്തിട്ടുണ്ടെന്ന് അറിയാം. അത് ലാസ്റ്റ് മന്തിലെ കാര്യം. ആ തുടക്ക കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു താങ്കളുടെ മനസ്സിൽ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ പോളിസിയൊക്കെ ചേർത്തിട്ട് MDRTയിലേക്ക് മാറണം എന്നുള്ള ആ ഷിഫ്റ്റിംഗ് എങ്ങനെയാണ് മനസ്സും മറ്റു കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് വർക്ക് ചെയ്യുന്ന കസ്റ്റമറിനെ മാറ്റിയിരുന്നോ, അതോ അങ്ങനെ വലിയ പോളിസികൾ കിട്ടുന്ന കസ്റ്റമേഴ്സിന്റെ ഇടയിലേക്ക് താങ്കൾ പോയിരുന്നോ MDRT കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ആദ്യത്തെ കൊല്ലം MDRT ചെയ്തപ്പോ എത്ര നമ്പർ ഓഫ് പോളിസി എന്നായിരുന്നു? ആദ്യത്തെ കൊല്ലം ഈ പറയുന്ന പോലെ തന്നെ 250ഓളം 260ഓളം പോളിസികളിലൂടെയാണ് MDRTയിലേക്ക് മാറിയത്. പക്ഷെ ഞാൻ അവിടെ മുതൽ ഇപ്പൊ MDRTയിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, മാറാനുള്ള വഴി എന്ന് പറയുന്നത് മാക്സിമം ഇപ്പോ ഗോപിനാഥ് സാറുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷവും A/H എന്ന് പറയുന്ന ഒരു സിസ്റ്റം അറിയാലോ നിങ്ങൾ, നമ്മുടെ എല്ലാ ട്രെയിനിലും പറഞ്ഞ ആ A/H എന്ന് പറയുന്ന സിസ്റ്റത്തിന് വർക്ക് ചെയ്തുകൊണ്ട് അവിടെ വരുന്ന അദ്ദേഹത്തിന്റെ റിസ്കിനെ സോൾവ് ചെയ്യാനുള്ള അല്ലാതെ ഒരു നമ്പർ ഓഫ് പോളിസിയോ അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ഒരു ബിസിനസ്സോ അല്ല അവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്തത്. അദ്ദേഹത്തിന് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന റിസ്കിനെ മാനേജ് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ കൊടുത്തത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതൊരു പതുക്കെ പ്രീമിയം സൈസ്, ആ ബിസിനസ് സൈസ് കൂടാൻ സാധിച്ചു. അങ്ങനെ കൂടിയിട്ട് ഇപ്പൊ നമുക്ക് 1 കോടി 1.5 കോടി 1.30 അങ്ങനെയുള്ള ആ റേഞ്ചിലേക്ക് ആ ഒരു ലെവൽ A/H എന്ന് പറയുന്ന ആ സിസ്റ്റം തന്നെയാണ് ആ പതുക്കെ ആ ബിസിനസിന്റെ ലെവല് മാറാൻ സഹായിച്ചത്. ആ A/H എന്ന് പറയുന്ന സിസ്റ്റം തന്നെയാണ്, അതിലൂടെ തന്നെയാണ് സാധിച്ചത്. ഇപ്പൊ എത്ര താഴെക്കിടയിലുള്ള വ്യക്തിയാണെങ്കിലും ഇപ്പൊ 2 സിസ്റ്റമാണ് ഞാൻ പ്രസന്റേഷനിൽ കൊടുക്കുക. ഒന്ന് ഒരു ആവറേജ് ഒരു ഡിഗ്രിക്ക് മേലെയുള്ള ഒരു വ്യക്തിയാണ്, ഒരു +2 മേലെയുള്ള വ്യക്തിയാണെങ്കിൽ കമ്പൽസറി ആയിട്ട് A/H കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ സാറുണ്ടല്ലോ രമേശ് സാറുടെ ഒരു 4C എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ 2 പേരും അറ്റൻഡ് ചെയ്താണ്. 4 Cകൾ വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ. ആ 10ാം ക്ലാസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ 4C വെച്ചിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു പോളിസിയോ ഒരു ഇൻഷുറൻസോ ഒരു പോളിസി എടുക്കുമെന്നോ അല്ലെങ്കിൽ ഒരു ജീവൻ ശിരോമണി എടുക്കൂ, ജീവൻ ആനന്ദ് എടുക്കുമെന്നോ ഒരിക്കലും ഒരാളോടും ഞാൻ പറയില്ല. അദ്ദേഹത്തിനോട് പറയുന്നത് മൊത്തം അദ്ദേഹത്തിന്റെ ഈ പറയുന്ന 2 കാൽക്കുലേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അത് ഈ പറയുന്ന പോലെ ഒരു +2 മേലെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും A/H വെച്ച് വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. അല്ല ഒരു 10ാം ക്ലാസ് 7ാം ക്ലാസ്സോ അങ്ങനെയുള്ള റേഞ്ചിലുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ നമ്മുടെ 4C എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച്
അത്യാവശ്യം ബിസിനസിന്റെ സൈസ് മാറാൻ തുടങ്ങി. ആ സൈസ് മാറാൻ തുടങ്ങിയത് ഓട്ടോമാറ്റിക്കായിട്ട് MDRTയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് സത്യം. ഓക്കെ. അപ്പൊ താങ്കൾ കണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റി, ഞാൻ ഏത് ട്രെയിനിങ്ങിന് പോയാലും അത് വളരെ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ. ഞാനൊരു ട്രെയിനർ എന്ന നിലയിൽ കുറെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇംപ്ലിമെന്റേഷൻ സൈഡിൽ പലരും പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ഇൻഫർമേഷൻ ധാരാളം കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ട്രെയിനിങ്ങിന് പോയിട്ട് അത് അതേപടി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്താ? ട്രെയിനിങ്ങിന് പോയിട്ട് തീർച്ചയായിട്ടും അതിൽ കുറച്ച് ഒരു 100-ലെ 1%, ഒരു 2% ഒക്കെ നമുക്ക് അവരിൽ നിന്ന് ഒരു റിയാക്ഷനും കിട്ടുന്നുണ്ട്. അത് അവരെ ഒന്ന് ചിന്തിപ്പിക്കുവാനും സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ അത് 100% ഒന്നും ഈ ഇപ്പൊ ട്രെയിനേഴ്സിന്റെ ആ ഒരു സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ചില റിജക്ഷൻസ് വരും. അതൊരു 2-3% ഒക്കെ തന്നെ എന്റെ ഭാഗത്ത് ബാധിക്കും. ബാക്കി 97% അവരെ ഒരു എന്താ പറയാ, ആ ഒരു മോഡിലേക്ക് നമ്മൾ എത്തിക്കും. അത് ഫസ്റ്റ് മുതൽ അത് എത്തിച്ചിട്ട് പതുക്കെ അവരുടെ സിറ്റുവേഷൻ നോക്കിക്കൊണ്ട് അവിടെ കിട്ടിയ സിസ്റ്റം എന്താണ്, അവിടെ കിട്ടിയിരിക്കുന്ന ആ കണ്ടന്റ് വെച്ചുകൊണ്ട് നമ്മൾ പതുക്കെ ചെയ്യും. പക്ഷെ പലർക്കും അത് പറയാൻ മടിയും പേടിയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളത് പതുക്കെ അവിടെ ഇൻജെക്ട് ചെയ്യുന്ന പോലെ പതുക്കെ അത് പ്രസന്റ് ചെയ്ത് തുടങ്ങും. അതിൽ അത്യാവശ്യം നല്ല റിസൾട്ടും വരാറുണ്ട്. ഈ 2-3% റിജക്ഷനും, ഇപ്പൊ നമ്മൾ ആ 3% റിജക്ഷനെ ആലോചിച്ചുകൊണ്ട് 97% റിസൾട്ടിനെ അവോയ്ഡ് ചെയ്യില്ല. നമ്മൾ മാക്സിമം ഉള്ളവിടെ പറയും. ചിലവര് റിജക്ട് ചെയ്യുന്നുണ്ട്. ഒരു 97% നമുക്ക് അത് റിസൾട്ട് തന്നെയാണ്. ഇവിടെ സാറ് 2 കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു, A/H-ഉം 4C കോൺസെപ്റ്റും പറഞ്ഞപ്പോ എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിരുന്നു. അത് എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ട്. ബ്രീഫായിട്ട് സുരേഷ് ബാബുന് ഈ പ്ലാറ്റ്ഫോമിലുള്ളവർക്ക് ഇതൊന്ന് രണ്ടും കൂടെ ഒന്ന് ലൈറ്റ് ആയിട്ട് എന്താണ് സംഗതി എന്ന്. A/H ഞാൻ ചില ക്ലാസ്സുകളിലൊക്കെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. 4C കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. എങ്കിലും നമ്മളെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ച സ്ഥിതിക്ക് അതൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമോ? ഈ 4C കോൺസെപ്റ്റും A/H-ഉം ഒരുപാട് ഉള്ളിലേക്ക് കടക്കണ്ട, എങ്കിലും ആളുകൾക്ക് ഈ +2 കഴിഞ്ഞവർക്ക്, സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞപ്പോൾ കുറെ ചാറ്റ് ബോക്സിൽ കുറെ മെസ്സേജുകൾ അങ്ങനെ വരുന്നുണ്ട്. ഒന്ന് അതിനെ കുറിച്ച് ക്ലാസ്സിലൂടെ മാത്രമേ അത് കുറച്ചുകൂടി ഇതാവുള്ളൂ. 4C നമുക്ക് പറയാൻ പറ്റും. A/H സാറിന്റെ ഒരു ഡീപ്പായിട്ട് കാണിക്കണം, ഒരു ക്ലാസ് ഒന്ന് വരച്ച് നമ്മൾ കാണിച്ചെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. 4C മറ്റൊന്നുമല്ല, നമ്മൾ അവരോട് പറയേണ്ട ഒരു കാര്യം, സാറേ നമുക്ക് ഇപ്പൊ സാർക്ക് ഒരു 1000 രൂപ ഒരു ദിവസം വരുമാനം ഉണ്ടാവാം. ഈ 1000 രൂപയ്ക്ക് ഈക്വൽ ആയിട്ട് സാർക്ക് ചെലവ് ഉണ്ടാവും. ബൈ ചാൻസ് ഇപ്പൊ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് സാർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനോ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ സാറുടെ വരുമാനം നിന്നു പോയിരുന്നുണ്ടെങ്കിൽ ഈ 1000 രൂപ വരവ് അവിടെ സ്റ്റോപ്പ് ആകും. പക്ഷെ ഈ 1000 രൂപയുടെ എക്സ്പെൻസ് ഒരിക്കലും സാർക്ക് നിർത്താൻ സാധിക്കില്ല. ആ ചെലവ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് എനിക്കൊരു സത്യസന്ധമായിട്ട് ഒരു ആൻസർ തരികയാണെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ എനിക്ക് സാർക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതാണ്. അപ്പോ എന്താണ് കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സാറുടെ ഒരു ദിവസത്തെ ഇപ്പൊ മാക്സിമം നമ്മൾ ഈ 4C ഒക്കെ കൺസെപ്റ്റ് ചെയ്യുന്ന ഒരു 99% കൂലിപ്പണിക്കാർ തന്നെ ആയിരിക്കും. അപ്പൊ സാറിന്റെ ഒരു ദിവസത്തെ വരുമാനം ചോദിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ജോബിലൊക്കെ പോകുമ്പോൾ ഈ മാസ വരുമാനം ചോദിക്കും. ഈ 4Cയുടെ കൺസെപ്റ്റ് 99% ഈ പറയുന്ന ഒരു കൂലിപ്പണിക്കാരനോ നിത്യ വരുമാനക്കാരനോ ആയിരിക്കും. അപ്പൊ സാറിന്റെ ഒരു ദിവസത്തെ ആവറേജ് വരുമാനം എന്താണെന്ന് ആൾ പറയും എനിക്കൊരു 1000 രൂപയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അത് മാസത്തിലേക്കായിട്ട് കണക്കാക്കും. 30,000 രൂപ മാസ വരുമാനം എന്നുള്ളവിടെ നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന പോലെ തന്നെ മാസ വരുമാനം 30,000 രൂപ. അപ്പൊ സാറ് ഒരു മാസം എത്ര സാർക്ക് എല്ലാം ഓൾ ഇൻ ഓൾ, ഇപ്പൊ സാറുടെ കുട്ടികളുടെ പഠിപ്പുണ്ടാവാം, മറ്റു കാര്യങ്ങൾ, വീട്ടു ചെലവ്, സാർക്ക് സ്റ്റാഫ്, കുടുംബത്തെ, അങ്ങനെ പല ലോണുകളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിനൊക്കെ കൂടി സാർക്ക് ഒരു മാസം എന്ത് ചെലവ് വരും ചോദിക്കുമ്പോൾ ഒരു 99% ആളുകളും പറയും 35,000 വരും. അപ്പൊ ഈ 5,000 സാർ എവിടെ നിന്ന് കണ്ടെത്തും ചോദിക്കുമ്പോൾ അത് ഞാൻ കടം മേടിക്കും, അവിടെ മേടിക്കും, ഇവിടെ മേടിക്കും പറയും. അപ്പൊ നമ്മൾ അവിടെ 30,000 രൂപ വരവുണ്ട്, 30,000 രൂപ ചെലവുണ്ടെന്ന് അവരുടെ മുന്നിൽ തന്നെ നമ്മൾ അത് എഴുതി. അപ്പൊ സതീശൻ എന്നുള്ള പേരാണെങ്കിൽ മേലെ നമ്മൾ സാറ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് പണ്ട് മുതലേ ഞങ്ങളുടെ ആ ഒരു മാർക്കറ്റിങ്ങിന് ശീലം എന്ന് പറയുന്ന യെല്ലോ മഞ്ഞ പേജിൽ ചുവന്ന മഷി കൊണ്ടാണ് നമ്മൾ ഇത് നോട്ട് ചെയ്യുന്നത്. സാർ പല ട്രെയിനിങ്ങിലും സാർ ഞാൻ 1-2 സാറിന്റെ ട്രെയിനിങ്ങിൽ സാർ അത് പറഞ്ഞു ഉറങ്ങി. ഞങ്ങൾ പണ്ട് മുതൽ 10-20-24 വർഷമായിട്ട് ഞാനും ബൈജു സാറൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ്. ആ മഞ്ഞ ഷീറ്റിൽ റെഡ് മഷി കൊണ്ട് തന്നെ അവരുടെ മുൻപിൽ ഇത് എഴുതണം.
അപ്പോൾ 30,000 രൂപ മാസ വരുമാനം, 30,000 രൂപ മാസ ചെലവ്. ദെൻ അടുത്തത് ചോദിക്കുന്നത് സാർക്ക് വല്ല കടങ്ങളുണ്ടോ എന്ന് ചോദിക്കും, വല്ല ലോണുകളോ കടങ്ങളോ. അപ്പൊ ഒരു കടങ്ങൾ എന്തായിരിക്കും, ഒരു 5 ലക്ഷം രൂപയുടെ കടമുണ്ട്, 5 ലക്ഷം രൂപയുടെ അങ്ങനെയുള്ള ലോണ്. അപ്പൊ ആ കടം 5 ലക്ഷം രൂപ എന്നുള്ളത് നമ്മൾ അവിടെ എഴുതി വെക്കും. സാറുടെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, സാറുടെ അത് ചോദിക്കും. എന്താ കടമകൾ പറയുമ്പോൾ അങ്ങനെ അപ്പൊ അവരുടെ മുന്നിൽ അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനോ വീട് ചിലപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് നമ്മൾ ഒരു ഏകദേശം ഒരു കാൽക്കുലേഷൻ ഒരു എമൗണ്ട് അവിടെ കടമകൾ എഴുതിയിട്ട് അതിന്റെ നേരെ അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്, ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ എല്ലാം കൂടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആവാം, വീടിന്റെ കാര്യങ്ങളാവാം, മറ്റുള്ള കമ്മിറ്റ്മെന്റിന് ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷത്തിന്റെ അതൊരു അവരുടെ ആ ഒരു റിസ്കിനെ മാനേജ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു തുക അവിടെ എഴുതി വെക്കും. അപ്പൊ ഇത് എഴുതി വെച്ച ശേഷം അവരോട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് പറയും. ഇവിടെയാണ് സാറ് പറഞ്ഞ ട്രെയിനിങ്ങിന്റെ പവർ വരുന്നത്. അത് നമ്മൾ ആ ട്രെയിനർ പറയുന്ന രീതിയിൽ തന്നെ പറയും. ഇന്നത്തെ സാഹചര്യം സാറ് നോക്കിക്കോളൂ, 10-ലെ തിരുവനന്തപുരം മറ്റുള്ളവിടത്തെ ഇതെടുത്തു കഴിഞ്ഞാൽ 10-ൽ 6 പേരോ 7 പേർക്കോ അവിടെ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മുടെ പരിസരത്തുള്ള സംഭവങ്ങൾ അതൊക്കെ അവരുടെ മുന്നിൽ വിവരിച്ചു കൊടുക്കും. ഈ ഒരു സിറ്റുവേഷന്റെ ഇടയിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈ ചാൻസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു പോയാൽ ഈ പറയുന്ന 1000 രൂപ അവിടെ സ്റ്റോപ്പ് ആവും. ഈ 1000 രൂപയുടെ ചെലവ് സാർക്ക് സ്റ്റോപ്പ് ആവില്ല. ഈ കടം അവിടെ കിടക്കുന്നുണ്ട്. ദെൻ ഈ പറയുന്ന 30 ലക്ഷത്തിന്റെ കമ്മിറ്റ്മെന്റ് അവിടെ കിടക്കുന്നുണ്ട്. ഈ സംഭവം നിങ്ങളുടെ തൊട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ തലയിലായിരിക്കും വന്ന് വീഴുക. നീ എന്തൊക്കെ തലകുത്തി തപസ്സിരുന്നാലും ഭാര്യയ്ക്ക് ഒരിക്കലും 1000 രൂപ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അതിന് സാർ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് കിടന്ന് അവിടെ ചിലവർക്ക് ക്യാൻസർ ഉണ്ടാവില്ല, ചിലവർ ഇതുണ്ട്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ 35 ലക്ഷത്തിന്റെ കമ്മിറ്റ്മെന്റിനെ ഇട്ടുകൊണ്ട് അത് അവർക്ക് ഈക്വൽ ആവുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്ലാനുകളോ മറ്റോ നമ്മൾ പ്രസന്റ് ചെയ്യും. അപ്പൊ അയ്യോ ഇത് വലിയ എമൗണ്ട് ആണെന്ന് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് അവർ പറയും. അപ്പൊ അവരോട് പറയും സാർക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചുകൊണ്ട് ഇത് ഇത്ര രൂപ ചെയ്തു, സാറുടെ ഓരോ കടങ്ങൾ, ഇപ്പോൾ ഈ സ്റ്റാഫിന്റെ ലോൺ സാർക്ക് 7 മാസം കൊണ്ട് തീരും, സാറുടെ ഈ കമ്മിറ്റ്മെന്റ് 10 മാസം കൊണ്ട് കഴിയും. ഈ 10 മാസം കഴിയുമ്പോൾ സാറ് ടോപ്പപ്പ് ചെയ്യുക. ടോപ്പപ്പ് അവിടെയും നമ്മളൊരു ഓപ്ഷൻ ഇട്ട് കൊടുക്കും. ടോപ്പപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആരോഗ്യം പക്ക ആണെങ്കിൽ മാത്രമേ ഇത് ടോപ്പപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭയം അവിടെ ഉള്ളിൽ കൊടുക്കും. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കൂടി കൊടുത്തുകൊണ്ട് അവിടെ നമ്മൾ ആ ബിസിനസ് എത്രയാണോ അവരുടെ ആ സിറ്റുവേഷൻ ആ സമയത്ത് പറ്റുന്നത് ആ ബിസിനസ് ഈസിയായി ക്ലോസ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് നമുക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. അപ്പോ ഈ 4C കോൺസെപ്റ്റിൽ ക്രിയേഷൻ ഓഫ് ഇൻകം, കണ്ടിന്യൂവേഷൻ ഓഫ് ഇൻകം, കൺസെപ്ഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്ന ആഡം സ്മിത്തിന്റെ ഒരു തിയറിയാണ് ഈ സംഗതി. അപ്പോ ഇവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഭൂരിഭാഗം, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്നുള്ളതല്ല, ഒരു 90% ഓഫ് ദ ഇൻഷുറൻസ് ഏജൻസ് വർക്ക് ചെയ്യുന്നത് ബിലോ ഒരു 5 lakhs സം അഷ്യൂർഡിന്റെ താഴെയാണ്. അപ്പൊ അവർക്ക് ഏറ്റവും നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് സുരേഷ് ബാബു സാർ പറഞ്ഞു തന്ന്. A/H കുറിച്ച് പലർക്കും ചില A/H പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ബൈജൂസ് അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ ഒരു ദിവസം ഞാൻ A/H ക്ലാസ് എടുക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോപിനാഥ് സാറിന്റെ A/H ഒരു 4-5 മോഡലിലുണ്ട്. അത് നമ്മള് ബിലോ ഒരു 1 CR ഒരു 2 CR വരെ A/H കയറും. അതിന് മേലെ ഒരു അറിയാലോ, സാർക്ക് അറിയാലോ, അറിയാലേ കുറേ സംഭവങ്ങളുണ്ട്. അത് ഒരു വലിയൊരു സംഭവമാണ്. നമുക്ക് ഈ 1 മണിക്കൂറോ അതൊരു നമുക്ക് ദിവസത്തെ സെഷനോട് കൂടിയ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് പറഞ്ഞാലും അത് മനസ്സിലാവും. ഓക്കെ സുരേഷ് ബാബു, അപ്പൊ എന്തായാലും നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾക്ക് വേണ്ടി താങ്കളുടെ ഒരു വർക്കിംഗ് മെത്തേഡ് പറഞ്ഞത് നന്നായി. അപ്പോ ഇപ്പൊ നോക്കൂ, പല ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതാണ് ഒരു LIC ഏജന്റിന് വിവിധ ഘട്ടങ്ങളിൽ വേണ്ടത്. MDRT ചെയ്യുന്നത് വരെ നമുക്ക് ഒരു രീതിയിലുള്ള വർക്കിംഗ് മെത്തേഡ് ആയിരിക്കും. MDRT ആയതിനു ശേഷം വേറൊരു രീതിയിലായിരിക്കും. അപ്പൊ ഫസ്റ്റ് MDRT ആയതിനു ശേഷമുള്ള താങ്കളുടെ പ്രവർത്തനങ്ങൾ, ആ MDRT എന്ന് പറയുന്ന ആയതിനു ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. അപ്പോ ആ ഫസ്റ്റ് MDRTക്ക് ശേഷമുള്ള ജേണി പിന്നെ എങ്ങനെയായിരുന്നു? ആദ്യത്തെ MDRT വരെ നമ്മളിങ്ങനെ കുറേ സമയം ശ്രമിച്ച് 80% എത്തും, 70% എത്തും. അടുത്ത വർഷം വീണ്ടും ചിലപ്പോൾ 90%. നമ്മൾ രണ്ടുപേരും കൂടെ കുറേ പ്രോസ്പെക്റ്റീവ് MDRT മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ MDRTയുടെ ട്രോഫി വാങ്ങുമ്പോൾ നമ്മൾ രണ്ടാളും അര MDRTയുടെയും 1/4 MDRTയുടെ ഒക്കെ ട്രോഫി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പൊ അതായതിനു ശേഷമുള്ള ആ ഒരു ജേണി പിന്നെ എങ്ങനെയായിരുന്നു? അതായാൽ ഒരു കോൺഫിഡന്റ് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ചാർജാണ്. പിന്നെ ആയില്ല എങ്കിൽ അത് നമുക്കൊരു
ചമ്മലാണ്. അപ്പൊ ആവാതിരിക്കാൻ നമ്മള് എന്താ പറയാ ഒരിക്കലും വിടില്ല. നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് എടുത്തുകൊണ്ട് പൊരുതും. പിന്നെ ഈ അതിൽ നമുക്ക് ഇതിൽ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്റെ വൈഫാണ് എന്നെ പരമാവധി ആ എന്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരുന്നുണ്ട്, ആ ക്വസ്റ്റ്യനിലേക്ക് വരുന്നുണ്ട്, ഞാൻ അത് ചോദിക്കാൻ വരുന്നുണ്ട്. ഇപ്പൊ അവിടെ നിൽക്കട്ടെ. ആ ഒരു സപ്പോർട്ടും നമ്മളെ വിടില്ല. എന്താ പറയാ ഓക്കെ, എന്നാ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒരു 9ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ വേണ്ടി ഒന്നാണ് ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കുന്നത്. നോക്കൂ, ഇപ്പൊ ബാബുവിനറിയാം ഞാൻ ഈ ബിസിനസ് ഫാമിലി ബിസിനസ് ആയിട്ടാ ചെയ്യുന്നത്. എന്റെ കൂടെ എന്റെ ഭാര്യ പിന്നെ അതായത് അഡ്മിനിസ്ട്രേഷൻ വർക്കിനൊക്കെയാണ് ദീപക് കൂടെ ഉള്ളത്. പക്ഷെ ബാബുവിന്റെ കൂടെ പിന്നെ നിഷ എല്ലാ സമയത്തും ക്യാൻവാസിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൂടെ ഉണ്ട്. പല പല ആളുകളുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പല ഏജൻസും എന്നോട് പറയാറുണ്ട്, സാറേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഇല്ല, ഇല്ലെങ്കിൽ പിന്നെ ജെൻസ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വൈഫിന്റെ സപ്പോർട്ട് ഇല്ല എന്നൊക്കെ പറയലുണ്ട്. LIC ബിസിനസ് ഒരു ഫാമിലി ബിസിനസ് ആയിട്ടാണ് താങ്കൾ ചെയ്യുന്നത്. അതായത് താങ്കളുടെ കൂടെ നിഴല് പോലെ തന്നെ വേണമെങ്കിൽ പറയാം, താങ്കളുടെ വൈഫ് കൂടെ ഉണ്ട്. ആ ഒരു ഫാമിലി ബിസിനസ് ആയിട്ട് LIC ബിസിനസ് ചെയ്യുമ്പോൾ താങ്കൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജാ ഫീൽ ചെയ്തിരിക്കുന്നത്? അത് വളരെ പോസിറ്റീവ് ആണ് സാർ. നമുക്കൊരു ഫാമിലിയിൽ കയറുമ്പോൾ നമ്മൾ തനിച്ചു പോകുമ്പോഴും ജസ്റ്റ് ഫാമിലിയോട് കൂടി പോകുമ്പോഴും അവിടെയുള്ള ആ ഒരു അപ്പൊ കുറച്ച് സൗണ്ട് കുറവുണ്ട്, കാരണം നിങ്ങള് ഹെഡ്സെറ്റ് യൂസ് ചെയ്യാത്തത് കൊണ്ട് ടാബിന്റെ മൈക്ക് പിടിക്കുന്ന, അപ്പൊ കുറച്ച് ഉറക്കെ ലൗഡ് ആയിട്ടൊന്ന് സംസാരിക്കും. ഓക്കെ. അതായത് ഇപ്പൊ തനിച്ചു പോകുന്നതും ഫാമിലി ആയി പോകുന്നതും ബിസിനസ്സിന് ഒരുപാട് സപ്പോർട്ടീവ്, ഒരുപാട് റിസൾട്ട് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തനിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു റിസൾട്ട് ആയിരിക്കില്ല ഫാമിലി ആയിട്ട് പോകുമ്പോൾ. അത് നമ്മുടെ പ്രസന്റേഷൻ കേൾക്കാനും അതോടൊപ്പം തന്നെ ആ ഫാമിലിയിൽ ഒന്ന് മിങ്കിൾ ചെയ്യാനും അതൊക്കെ നമുക്ക് ഫാമിലി ആയിട്ട് പോകുമ്പോൾ സാധിക്കാറുണ്ട്. തനിച്ചു പോകുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയാ ഇനിയിപ്പോ പോയി ശീലമായത് കൊണ്ടാണോ എന്നറിയില്ല, അത് വളരെ നമുക്ക് പോസിറ്റീവായിട്ട് തനിച്ചു പോയി പ്രസന്റേഷനിൽ നമുക്ക് അത്രയ്ക്ക് കണ്ട് സക്സസ് ആവാൻ പറ്റാത്തത് ഫാമിലിയോട് കൂടി പോകുമ്പോൾ ആ ഫാമിലിയുമായി മിങ്കിൾ ചെയ്തുകൊണ്ട് നമുക്ക് ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ പരമാവധി പറ്റുന്നവരെല്ലാവരും ആ ഒരു രീതിയിൽ ശ്രമിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ്. അപ്പോ ഫാമിലി ഇപ്പൊ ഞാൻ ചില സമയങ്ങളിൽ ഫാമിലി ബിസിനസ് ആയിട്ട് ദീപേനെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഏത് നേരത്തും ഒരു വീട്ടിലേക്ക് കയറി പോകാന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം രാത്രിയൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പൊ സാധാരണ ഞങ്ങളൊക്കെ ഇപ്പൊ ഞാനും സുരേഷ് ബാബുവിന്റെ ഒക്കെ ഒരു ക്യാൻവാസിങ് മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിനെ ക്യാൻവാസ് ചെയ്യണമെങ്കിൽ വൈഫ് കൂടെ ഉണ്ടാവും. രണ്ടുപേരെ ഇരുത്തിയിട്ടാ സംസാരിക്കുക. കാരണം ഒറ്റയ്ക്ക് ഒരാളെ ചെന്ന് പറയില്ല. കാരണം ഇൻഷുറൻസ് എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ് തന്നെ ഫാമിലി ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ്. അപ്പൊ ചില വീടുകളിൽ പോകുമ്പോൾ ഭർത്താവിന് കാര്യമായിട്ട് സേവിങ് മെന്റാലിറ്റി ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് ഉണ്ടാവും. ഭാര്യയ്ക്ക് ഇല്ലാത്ത സ്ഥലത്ത് ഭർത്താവിനുണ്ടാവും. അപ്പോ ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകളോട് ഈ ഫാമിലി ബിസിനസ് ആയിട്ട് ചെയ്യാൻ താങ്കൾക്ക് എന്ത് അഡ്വൈസാ കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും ഭർത്താവ് സഹകരിക്കില്ല, ഭാര്യ സഹകരിക്കില്ല എന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് മേടിച്ചുകൊണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ഗുണം ചെയ്യും. കാരണം രണ്ടുപേരെ ഇരുത്തി സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ രണ്ടുപേരെയും നിങ്ങളുടെ മുന്നിലിരുത്തി സംസാരിക്കുവാൻ അത് ഒരുപാട് സഹായമാവും. രണ്ടുപേരെയും ഇരുത്തി സംസാരിക്കുമ്പോഴാണ് ആ ബിസിനസ് ഒരു വളരെ വേഗത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫിന് രണ്ടുപേരെയും ഇരുത്തി പ്രസന്റേഷൻ കൊടുക്കുമ്പോഴാണ്. അല്ലാതെ തനിച്ചു കൊടുക്കുമ്പോൾ എനിക്കത് പല റിസൾട്ട് വരാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരെയും ഒരുമിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ രണ്ടുപേരെയും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ ആ അപ്രോച്ച്മെന്റും ഫാമിലിയോട് കൂടി ആവുകയാണെങ്കിൽ കുറച്ചുകൂടി സപ്പോർട്ട് ആവും. അത് ബിസിനസ് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇപ്പൊ നമ്മുടെ തമിഴ്നാട്ടിലെ ഒട്ടനവധി സുഹൃത്തുക്കളും അത്യാവശ്യം നല്ല ടോപ്പിൽ നിൽക്കുന്നവരും ഈ ഒരു മോഡലിലാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ അത് ഒരുപാട് സപ്പോർട്ട് ആവുന്നുണ്ട്. പരമാവധി പറ്റുന്നവര് ആ ഒരു മേഖലയിൽ തിരിയുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ സഹായമാകും. ഇനിയിപ്പോ അങ്ങനെ സഹായം അല്ലാത്തവര് ഞാൻ എന്റെ നമ്പർ ബൈസാറോട് ചോദിച്ചാൽ കിട്ടും. ഫാമിലി ആയിട്ട് വേണമെങ്കിൽ ഒന്ന് സംസാരിക്കാം. അതിന്റെ പോസിറ്റീവ് എന്താണ്, അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വേണമെങ്കിൽ എന്നാൽ പറ്റാവുന്ന രീതിയിൽ സംസാരിച്ചു കൊടുക്കാം. എന്റെ ഫാമിലിയും വൈഫുമായിട്ട് വേണമെങ്കിൽ സംസാരിക്കാൻ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷനോ മറ്റോ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു. ഓക്കെ ഓക്കെ സുരേഷ് ബാബു, താങ്ക് യു. അതുപോലെ തന്നെ താങ്കൾ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്? കാരണം നിറയെ പോളിസികൾ, 1700-ലധികം ഇൻഫോഴ്സ് പോളിസികളുണ്ട്. എല്ലാ വർഷവും സെഞ്ചുറിയൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു 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 ഡെയിലി റൂട്ട്
അതായത് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവനിങ് വരെ താങ്കളുടെ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഇത്ര മണിക്ക് ഇന്നത്, ഇത്ര മണിക്ക് ഇന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. ഇത്ര മണിക്ക് എണീക്കും, ഇത്ര മണിക്ക് ആ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വർക്കിംഗ് മെത്തേഡും ഡെയിലി റൂട്ടൈനും എന്താണ്? വർക്കിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ സാറ് നമുക്ക് മുൻപെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 5 പ്രസന്റേഷൻ കമ്പൽസറി ആയിട്ട് നമ്മൾ മിനിമം 5 പ്രസന്റേഷൻ ഒരു ദിവസം ഉണ്ടായ ഒരു സമയമുണ്ട്. പക്ഷെ ഇപ്പൊ അത് വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ 2 മാക്സിമം 1 ആ ഒരു രീതിയിലുള്ള പ്രസന്റേഷനാണ് നമ്മൾ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ കാലത്ത് നമുക്ക് അവരുടെ കസ്റ്റമറുടെ അപ്പോയിന്റ്മെന്റ് ടൈമിനെ അനുസരിച്ചായിരിക്കും ഇരിക്കുക. ഇപ്പൊ അവരുടെ ടൈം ഇപ്പൊ കാലത്ത് 7 മണിക്കാണെങ്കിൽ നമ്മൾ 7 മണിക്ക് തന്നെ റെഡി ആവും. ഇനി അവരുടെ 10 മണിക്കാണെങ്കിൽ 10 മണിക്ക്. മാക്സിമം ഇപ്പൊ നമ്മൾ 1-2 പ്രസന്റേഷൻ ആണ് ഇപ്പോൾ ഉള്ള ഈ ഒരു വർഷമായിട്ടുള്ള നമ്മളുടെ ആ ഒരു റെഗുലർ പ്ലാൻ, റെഗുലർ വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരു മാക്സിമം 1-2 പ്രസന്റേഷൻ ആണ് ഒരു ദിവസം വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് എക്സ്പീരിയൻസും 3ാമത് അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് ഇപ്പൊ കസ്റ്റമേഴ്സിന് കാണുന്നുള്ളൂ അല്ലേ? പിന്നെ ആദ്യകാലങ്ങളിൽ ഈ നമ്പർ ഓഫ് പോളിസി ഒക്കെ ചെയ്തിരുന്നപ്പോ കോൾഡ് പരിചയമുള്ള ആളുകളിൽ നിന്നാണോ ചെയ്തിരുന്നത്, അതോ കോൾഡ് ക്യാൻവാസിങ് പരിചയമില്ലാത്ത ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്തിരുന്നോ എന്നുള്ളൊരു കൊണ്ട് അത് താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു ഭീമ സ്കൂളും ഭീമ ഗ്രാമവും ഒക്കെ. പക്ഷെ ഇപ്പൊ ഈ കോൾഡ് ക്യാൻവാസിങ് ചെയ്യാറുണ്ടോ? പരിചയമില്ലാത്ത ആളുകളെ ചെന്ന് കണ്ട് പോളിസി വാങ്ങിക്കലുണ്ടോ? ഇല്ല 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 ഇല്ല, പരിചയമില്ലാത്തവരെ നമ്മൾ ഒരിക്കലും കാണില്ല. പരിചയമില്ലാത്തവരെ പോകാറില്ല. ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയ ശേഷം മാത്രമേ നമ്മൾ അവിടെ പ്രസന്റേഷൻ ചെയ്യാറുള്ളൂ. റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ആ ഗ്യാപ്പ് മനസ്സിലാക്കും. അവരുടെ ഇപ്പൊ ഒരു സെക്കൻഡ് ഇൻകത്തിന്റെ ഒരു സാധ്യത അവിടെ ഉണ്ടോ എന്ന് നോക്കി, സെക്കൻഡ് ഇൻകം എന്ന് പറയുന്ന റിട്ടയർമെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് സെക്കൻഡ് ഇൻകം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ പറയും. ഇപ്പൊ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും വയസ്സായി കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയും. ഇത് അങ്ങനെയില്ല. ഇപ്പൊ 5 വർഷം മുതൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഇൻകം പ്ലാൻ ചെയ്യാം, 10 വർഷം മുതൽ ഒരു സെക്കൻഡ് ഇൻകം പ്ലാൻ ചെയ്യാം. ആ സെക്കൻഡ് ഇൻകം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് അവിടെ ചാൻസ് എങ്കിൽ അതിന് പുഷ് ചെയ്തുകൊണ്ട് അവിടെ ഒരു അപ്പോയിന്റ്മെന്റിന് ശ്രമിക്കും. അല്ലാതെ ഒരു പോളിസി ആണോ ഇൻഷുറൻസ് ആണോ സ്കീം ആണോ എന്ന ഒരു വാക്കും നമ്മൾ ഒരു ഭാഗത്തും ഉപയോഗിക്കില്ല. സെക്കൻഡ്, അവിടെ ഒരു കുട്ടികളാണ് അവിടെ കൂടുതൽ സാധ്യതയുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ പാക്കേജിന്റെ എഡ്യൂക്കേഷന്റെ ഇന്നത്തെ സാധ്യത. കാരണം ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ എഡ്യൂക്കേഷന്റെ സാധ്യത 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു രക്ഷിതാക്കൾക്ക് അറിയാം. പക്ഷെ ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് 100-ലെ 82 കുട്ടികളും ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്ന മാരകമായ ഒരു അവസ്ഥയിൽ തലവെച്ചുകൊണ്ടാണ്. അപ്പോ 50 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് 96 ലക്ഷം രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കണോ, 50 ലക്ഷം രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് 1 കോടി രൂപ തിരിച്ചു മേടിക്കണോ? ഈ 2 ഓപ്ഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ എഡ്യൂക്കേഷൻ ലോണിൽ തലവെച്ചുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന ആളുകളുടെ കഥയും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിന്റെ 2-3 ഉദാഹരണം കാണിച്ചു കൊടുത്തുകൊണ്ട് അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് സംസാരിക്കാൻ വരികയാണ് സാർ എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. അത് 2-3 തവണ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. ദെൻ അതിലൂടെ അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ടാണ് പഴയ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ശരി ഭീമ സ്കൂൾ മുതൽ നമ്മൾ ഒരിക്കലും കോൾഡ് ക്യാൻവാസിംഗ് രീതിയിൽ പറഞ്ഞ് മുൻകൂർ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചൊന്ന് സംസാരിക്കാനാണ് സാർ. അതിനെ സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് ഒന്ന് കാണാൻ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ തുടക്കം മുതൽ ഇതുവരെ നമ്മൾ പോയത്. അല്ലാതെ ഒരു പരിചയമില്ലാത്തവിടെ നമ്മൾ ഒരിക്കലും പോയി സംസാരിക്കാറില്ല. ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ തുടക്കം മുതൽ ഇതുവരെയും പോകുന്നതും സംസാരിക്കുന്നതും ഈ രീതിയിൽ തന്നെയാണ്. പിന്നെ നമ്മളുടെ കസ്റ്റമറുടെ റെഫറൽ, അത് നിങ്ങൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കസ്റ്റമറുടെ റെഫറലും ഈ 2 മോഡലിലാണ് നമുക്ക് ബിസിനസ് വന്നിട്ടുള്ളതും ഇതുവരെ നമ്മൾ റണ്ണിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ 2 മോഡലിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ബിസിനസ്സിനകത്ത് ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോ താങ്കൾ ധാരാളം പോളിസികളൊക്കെ ചേർക്കുന്നത് കൊണ്ട് മാക്സിമം ഒരു കസ്റ്റമറെ എത്ര തവണ ഫോളോ അപ്പ് ചെയ്തിട്ടാണ്, ഇനി പോളിസി കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിടുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ. ഒരു കസ്റ്റമറെ മാക്സിമം ഒരു പോളിസി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫോളോ അപ്പിന്റെ എത്ര ലെവൽ വരെ പോവാറുണ്ട് സാധാരണ? 5 തവണ നമ്മൾ ഒരു വ്യക്തിനെ ഫോളോ അപ്പ് ചെയ്തു. അവർ തന്ന ഡേറ്റിൽ 5 തവണ. അപ്പൊ അവര് പറയണ സാറേ ഇന്നില്ല. അപ്പൊ നമ്മൾ ഒരു ഡേറ്റ് പറയും, സാറേ 14-ാം തീയതി സാറേ ഒന്ന് പറ്റും. 14-ാം തീയതി നമ്മൾ കുറച്ച് പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ 14-ാം തീയതി ഒന്ന് സാറ് പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു 14 അല്ല, അവരുടെ ആ ഗ്യാപ്പ് അനുസരിച്ചുകൊണ്ട് അവരുടെ ഡേറ്റ്. അപ്പൊ അവര് പറയും, അയ്യോ 14-ന് എന്തായാലും പറ്റില്ല, ശരി ഒരു 20-ാം തീയതി ഞാൻ തരാം. അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ 5 ഡേറ്റുകളിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും.
5 ഡേറ്റിൽ നമ്മൾ തന്നില്ല എങ്കിൽ അത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. പിന്നെ ആ വഴിക്ക് പോകുമ്പോൾ മാത്രം നമുക്ക് സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും, അല്ലാതെ പിന്നെ ആ വ്യക്തിയുടെ പുറകിൽ നമ്മൾ അധികം ഉണ്ടാവില്ല. ജസ്റ്റ് ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പോ മറ്റുള്ളതിലോ വെച്ചുകൊണ്ട് അവരെ ഫോളോ. 5 എണ്ണം നമ്മൾ കറക്റ്റ് ഉള്ള ഒരു ഫോളോ അപ്പിൽ ഇട്ടുകൊണ്ട് 5 ഫോളോ അപ്പ് കറക്റ്റ് ആയിട്ട് ആ ഫോളോ അപ്പ് ലിസ്റ്റിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ 5 ഫോളോ അപ്പ് ഒരു പ്രസന്റേഷൻ കൊടുത്തിട്ട് മാക്സിമം ഒരു 5 ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്തിരിക്കും. ആ 5 ഫോളോ അപ്പിൽ അത് യഥാർത്ഥമായിട്ട് നമുക്ക് തീരുമാനത്തിലെത്താൻ സാധിക്കും. ഓക്കെ സാർ, ഓക്കെ. അപ്പോ തുടക്കകാലത്ത് നമ്മൾ ഭീമ സ്കൂളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു, കസ്റ്റമേഴ്സ് പല പല കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ചെയ്തിരുന്നു. ഇപ്പോ ഇപ്പൊ നോക്കി MDRT ഇപ്പൊ 4ാമത്തെ കൊല്ലം 5ാമത്തെ ആവാറായി തോന്നുന്നു, ഒരു 75% കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഏത് ടൈപ്പ് കസ്റ്റമേഴ്സിന്റെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത്? ആ കസ്റ്റമറെ കണ്ടെത്താൻ താങ്കൾ എന്തെങ്കിലും നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഉണ്ടോ? നെറ്റ്വർക്കിംഗ് നമ്മളുടെ ബിസിനസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾ ഇപ്പോ ചെയ്യുന്നുണ്ടോ? ഏത് ടൈപ്പ് കസ്റ്റമറുടെ ഇടയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? ഇപ്പോ നമ്മൾ ചെയ്യുന്ന BNI അറിയാലോ, നമ്മൾ BNI മുഖാന്തരമുണ്ട്. BNI നമ്മുടെ ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്, 6 മാസം ആയിട്ടുള്ളൂ. അതിൽ നിന്ന് ചെറിയ ബിസിനസ് നമുക്ക് കിട്ടി വന്നു തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നിലവിലുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ഭംഗിയായിട്ട് അവർക്ക് സർവീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിലൂടെയുള്ള റെഫറൽ, അതിലൂടെ കിട്ടുന്ന കോണ്ടാക്ട് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നിലവിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇടയിലൂടെ തന്നെ അവർക്ക് നിലവിലുള്ള കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവരുടെ കൊണ്ട് നമ്മൾ റെക്കമെൻഡേഷൻ, അവരുടെ റെഫറൽ ചോദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തടുത്ത കസ്റ്റമേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഫറലും റെക്കമെൻഡേഷനും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പല ആളുകൾക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറലും റെക്കമെൻഡേഷനും ചോദിക്കാൻ വളരെയധികം മടിയാണ്. നോക്കൂ സുരേഷ് ബാബു സാർ, ഇന്നത്തെ കാലത്ത് ഇൻഷുറൻസ് വിൽപ്പനയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ധാരാളം ഒബ്ജെക്ഷൻസ് നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. താങ്കൾ പ്രധാനമായും താങ്കൾ വർക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിൽ താങ്കൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒബ്ജെക്ഷൻസ് എന്തൊക്കെയാണ്? അത് എങ്ങനെയാണ് താങ്കൾ ഹാൻഡിൽ ചെയ്യുന്നത്? അത് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും. കാരണം ഒബ്ജെക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി വലിയൊരു വിഷയമാണ്. അപ്പൊ ഏത് ടൈപ്പ് ഒബ്ജെക്ഷൻ ആണ് ആധുനിക കാലഘട്ടത്തിൽ നേരിടുന്നത്? അത് എങ്ങനെയാണ് താങ്കൾ മറികടക്കുന്നത്? അതിനെക്കുറിച്ച് അറിയാൻ എനിക്കൊരു താല്പര്യമുണ്ട്. എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും വരുന്നൊരു ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ലോങ് ടൈമിലുള്ളവർക്ക് പറ്റില്ല, ഷോർട്ട് ടൈം വേണം എന്നൊക്കെ പറയുന്ന കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്, അത് എനിക്കും ഉണ്ട്. ലോങ് ടൈം ഞങ്ങൾക്ക് അടയ്ക്കാൻ സാധ്യമാവില്ല, ഷോർട്ട് ടൈം മതി. നമ്മൾ ഇവിടെയൊക്കെ പ്രസന്റ് ഇതിനെ ഓവർകം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ റിസ്കിനെ വെച്ചുകൊണ്ട് തന്നെയാണ്. ശരി, നിങ്ങൾക്ക് ഷോർട്ട് ടൈം വേണം. ഫിനാൻഷ്യൽ പിരമിഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഗോപിനാഥ് സാറിന്റെ ഏറ്റവും മർമ്മം എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ഫിനാൻഷ്യൽ പിരമിഡ്. ഫിനാൻഷ്യൽ പിരമിഡ് നമ്മൾ ജസ്റ്റ് ഒരു സെക്കൻഡ് ഞാൻ കാണിക്കാം. ഫിനാൻഷ്യൽ പിരമിഡ് നമ്മളുടെ കയ്യിൽ ജസ്റ്റ് ഫിനാൻഷ്യൽ പിരമിഡ് ആണ്. ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് സാർ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ലോകത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന, ലോകത്തിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് പിരമിഡ് തന്നെയാണ്. പിരമിഡ് ആണ്. ദെൻ ഈ പിരമിഡിന്റെ ഇതുപോലെ ആയിരിക്കണം ഒരു മനുഷ്യന്റെ ഫിനാൻഷ്യൽ പ്ലാനിങ്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്, ഇതിന്റെ അസ്ഥിവാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്. ബാബു കുറച്ച് പുറകിലേക്ക് കാണിക്കൂ പിരമിഡ്. സ്ക്രീനിന്റെ ഫ്രണ്ടിലാകുമ്പോൾ എല്ലാം കാണും. അങ്ങനെ കാണിക്കും. ഓക്കെ, ജസ്റ്റ് ഇതാണ് ഈ ഒരു രീതിയിലാണ് ഒരു മനുഷ്യന്റെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും വരേണ്ടത്. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഏറ്റവും താഴെ ഈ ഭാഗത്ത് വരേണ്ട അദ്ദേഹത്തിന് ഇൻകം പ്രൊട്ടക്ഷൻ ആണ്. അദ്ദേഹത്തിന് 1000 രൂപ ഏൺ ചെയ്യാൻ ഒരു ദിവസം കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ 1000 രൂപനെ ഏൺ ചെയ്യാനുള്ള ആ പവറിനെ ലോക്ക് ചെയ്തിടുക എന്നുള്ളതാണ് ഇതിന്റെ ബേസ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ് അതിൽ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ 20% ഇവിടെ നിക്ഷേപിച്ച ശേഷം മാത്രമേ അദ്ദേഹം സെക്കൻഡ് എന്ന് പറയുന്ന FD പോലെയോ മറ്റു കാര്യങ്ങളിൽ കടക്കാവൂ. അതിനുശേഷം റിയൽ എസ്റ്റേറ്റോ ഗോൾഡ് പോലെയുള്ളത്, മ്യൂച്വൽ ഫണ്ട്, ഷെയർ മാർക്കറ്റ്, ഈ രീതിയിലായിരിക്കണം അദ്ദേഹം ഒരു വ്യക്തി ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ 95% ആളുകളും ഈ ഫിനാൻഷ്യൽ പിരമിഡ് ഇങ്ങനെയാണ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു ചെറിയ ഒരു അൺസർട്ടനിറ്റി വന്നാൽ പോലും
അദ്ദേഹം മറിഞ്ഞ് താഴേക്ക് വീണു. അപ്പൊ ഇത് നമ്മൾ ആ വ്യക്തിയെ കൊണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ റിസ്കിന്റെ പാർട്ട് എന്ത് വരുന്നുണ്ടെന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് മാത്രമേ നമ്മൾ അദ്ദേഹത്തെ കൊണ്ട് ബിസിനസ് ക്ലോസ് ചെയ്യുള്ളൂ. ഇതുകൊണ്ട് ഒരു പരിധി വരെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ആ ഒരു എഗനിസ്റ്റ് വരാറില്ല. പിന്നെയും അതിനുശേഷം ഒബ്ജക്ഷൻ, അതായത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുന്നതിന് പകരം ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഒരു പരിധി വരെ ഒബ്ജക്ഷൻ താങ്കൾ നേരിടുന്നില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് സാർ ചെയ്യണം. ഇപ്പൊ മ്യൂച്വൽ ഫണ്ടും 5 വർഷത്തെ സേവിങ്സ് സാർ കമ്പൽസറി ചെയ്യേണ്ടതാണ്. സാർ KSF-ൽ ചിട്ടി അടയ്ക്കേണ്ടതാണ്. സാറ് അമ്പലത്തിന്റെ ഫണ്ട് പരിപാടികൾ, പള്ളിയുടെ ഫണ്ട് പരിപാടി, ഇതെല്ലാം സാർ ചെയ്യേണ്ടതാണ്. പക്ഷെ ഈ 20% ശേഷം മാത്രമേ സാർ ഇതിൽ കടക്കാവൂ. അല്ലെങ്കിൽ ബൈ ചാൻസ് സാറുടെ ഇൻകം നിന്ന് പോയാൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം അവിടെ ലോക്കാവുന്നുള്ളത് വളരെ ക്ലിയർ കട്ടായിട്ട് ഉദാഹരണ സഹിതം സാറ് പറഞ്ഞ നമ്മുടെ അൻപരശൻ പറയുന്ന പോലെ അവൻ നിന്നെ കൊണ്ടൊരു ബിസിനസ് എടുത്തില്ലെങ്കിലും അവൻ ഇറങ്ങി വരും. അതുപോലെ അവന്റെ ആ ഉദാഹരണം വെച്ചുകൊണ്ട് നമ്മൾ അത് പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ ഒരു പരിധി വരെ നമുക്ക് അവരുടെ ഈ എന്താ പറയാ ആ ഒരു ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഒബ്ജക്ഷൻ, ആന്റിസിപ്പേറ്ററി ഒബ്ജക്ഷനെ കുറിച്ചാണ് സുരേഷ് ബാബു സാർ പറഞ്ഞത്. ഞാൻ പല പ്ലാറ്റ്ഫോമിലും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ആന്റിസിപ്പേറ്ററി ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഇൻഷുറൻസ് പോളിസിയുടെ വിൽപ്പനയിൽ കസ്റ്റമർ എന്തൊക്കെയാണ് ഒബ്ജക്ഷൻ ചോദിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോ കസ്റ്റമർ ഒബ്ജക്ഷൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പ്രസന്റേഷൻ സമയത്ത് ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ ഒബ്ജക്ഷൻ ഒരു പരിധി വരെ നമുക്ക് നേരിടേണ്ടി വരില്ല എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അപ്പോ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ഏതൊരു LIC അഡ്വൈസർക്കും ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഏജന്റിനും സാധാരണ ഏജൻസിനും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലോടൊക്കെ ഒരു അമിതമായ സ്നേഹം ഉണ്ടാവും. താങ്കൾ അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് ഈ ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അനാലിസിസും കമ്പാരിസണും ഒക്കെ നടത്തി ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോഡക്റ്റിന്റെ പുറത്ത് ധാരാളം ബിസിനസ് ചെയ്യലുണ്ടോ? അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനോട് അമിതമായ സ്നേഹം വെച്ച് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടോ സുരേഷ് ബാബു സാറിന്? ഇല്ല സാർ. അതായത് അദ്ദേഹത്തിന്റെ ആ ഗ്യാപ്പും അദ്ദേഹത്തിന്റെ ആ സിറ്റുവേഷനും മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നമ്മളുടെ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിന് ആപ്റ്റ് ആവുക എന്ന് മനസ്സിലായിക്കൊണ്ട് അതിനെ നമ്മൾ അവിടെ പിച്ച് ചെയ്യുക. അല്ലാതെ നമ്മൾക്ക് ഇഷ്ടമായ ഒരു പ്രോഡക്റ്റിന് അവരുടെ തലയിൽ നമ്മൾ ഒരിക്കലും വെച്ച് കൊടുക്കില്ല. അവർക്ക് എന്താണ് അവിടെ ആവശ്യം വരുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാം ക്യാൻസർ കവർ കൊടുക്കുന്നുണ്ട്. നമ്മളെ ഓൾ ഇൻ ഓൾ നമ്മളുടെ കയ്യിലുള്ള മൊത്തം പ്രോഡക്റ്റിൽ അവർക്ക് എന്താണോ ആവശ്യം എന്ന് മനസ്സിലാക്കി കൊടുത്തു, അവരുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെയാണ് നമ്മൾ അവിടെ പിച്ച് ചെയ്തത്. അല്ലാതെ നമ്മൾ ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം അവിടെ കൊടുക്കാറില്ല. അതിൽ ടേം വരാം, ഇനിയിപ്പോ നമ്മളുടെ ലക്ഷ്യ വരാം, ആനന്ദ് വരാം, എൻഡോമെന്റ് വരാം, അങ്ങനെ ഓൾ നമ്മുടെ ക്യാൻസർ കവർ ഉണ്ട്, നമ്മുടെ രക്ഷക്ക്, നമ്മുടെ എല്ലാം ഓൾ ഇൻ ഓൾ എല്ലാം കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മൾ ഇന്നത് മാത്രം സ്തംഭ് ശില എന്ന് പറയുന്ന പോലെ ഓൾ ഇൻ ഓൾ അതിൽ ഏതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം വരുന്നത് അത് വെച്ചു കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. അല്ലാതെ നമ്മൾക്ക് ഫേവർ ആയിട്ടുള്ള ഒരു പോളിസി നമ്മൾ ഒരിക്കലും അവർക്ക് വെച്ചു കൊടുക്കാറില്ല. അതിൽ കമ്മീഷൻ ട്രാപ്പിലൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ? ഇപ്പൊ ലാസ്റ്റ് ഒരു പോളിസി ഒരു 1 crore ഞാൻ കമ്മീഷൻ ട്രാപ്പ് എന്ന് പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദ ഏജൻസ് ആർ ഒരു 35% ട്രാപ്പിൽ ഇരിക്കുന്ന കുറെ ആളുകൾ ഇപ്പോഴും ഉണ്ട്. കാരണം 35% ഇപ്പോ അപ്പൊ അങ്ങനെ ഒരു സംഗതിയിൽ ഇല്ല എന്നാ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ലാസ്റ്റ് ഒരു പോളിസി ചെയ്തിരുന്നല്ലോ, ഒരു 1 crore പോളിസി. ഒരു 50 ലക്ഷത്തിന്റെ ഭീമാശ്രീയും 50 ലക്ഷത്തിന്റെ ഉത്സവമാണ് താങ്കൾ കോമ്പിനേറ്റ് ചെയ്ത് കൊടുത്തത്. അത് കസ്റ്റമർ ഡിസ്കഷൻ വന്നപ്പോ എന്തായിരുന്നു, അത് രണ്ടും കൂടെ കോമ്പിനേറ്റ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? അദ്ദേഹത്തിന് ജസ്റ്റ് 51 വയസ്സായി സാർ. ഇപ്പൊ 51 വയസ്സായി. ഇപ്പൊ 51 വയസ്സായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 61 വയസ്സ് മുതൽ 10 വർഷം മാത്രം അടച്ചുകൊണ്ട് 61ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തിന് റെഗുലർ നമ്മളൊരു സെക്കൻഡ് ഇൻകം എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് ആ ഒരു കൺസെപ്റ്റിനെ അവിടെ പ്രസന്റ് ചെയ്തിട്ട് ആ ഒരു കൺസെപ്റ്റിനെ ഉറച്ചു നിന്നുകൊണ്ട് ആ രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടാണ് നമ്മൾ അത് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. അങ്ങനെയായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നത് അല്ലേ? ഓക്കെ. ഇപ്പൊ നോക്കൂ, താങ്കളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിങ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോയി ട്രെയിനിങ്ങിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോ ഇൻഷുറൻസ് ഏജൻസ് ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളിലേക്കും പോകുന്നതിന്റെ പ്രസക്തിയെ കുറിച്ച് ഇപ്പൊ ബൈജൂസ് അക്കാദമി ട്രെയിനിങ്
പ്ലാറ്റ്ഫോമിലുണ്ട്. ഇപ്പൊ നമ്മളെ അടുത്ത സുഹൃത്തുക്കളാണ്. ഒരു സമയത്ത് രണ്ടുപേരും ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ വന്ന് പിന്നെ എൻ്റെ ഒരു പാഷൻ അറിയാലോ, ബാബുവിന് അറിയാലോ. അപ്പോ ട്രെയിനേഴ്സിന്റെ ഒരു കോൺട്രിബ്യൂഷനും ട്രെയിനിങ്ങിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും പിന്നെ ഭൂരിഭാഗം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഇല്ല. പക്ഷെ എങ്കിലും ഒരു പരിധി വരെ ഇൻഷുറൻസ് ബിസിനസ് 0% ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ആണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ട്രെയിനിങ്ങിനെ കുറിച്ചും അങ്ങനെയുള്ള ഒരു ചിന്തയെക്കുറിച്ചും താങ്കൾക്ക് എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യം എന്താ? അതായത് എനിക്ക് ഞാൻ പറഞ്ഞ ഗോപിനാഥ് സാറുടെ ആ കൺസെപ്റ്റിൽ അദ്ദേഹം നമുക്ക് എല്ലാ ക്ലാസ്സിലും എല്ലാ സമയത്തും നമുക്ക് തരുന്ന ഒരു മോട്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഇൻകത്തിന്റെ 40% നിങ്ങൾ എവിടേക്ക് കൊടുത്തിരിക്കണം. നിങ്ങളുടെ ഈ പറയുന്ന ട്രെയിനിങ് ആവാം, നമ്മളുടെ ഡെവലപ്മെന്റിന്റെ ഇടയ്ക്ക് വെച്ച് ബാബു നെറ്റ് ഒന്ന് ബ്രേക്ക് ആയി. ആദ്യം ഒന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് വെച്ച് നെറ്റ് ഒന്ന് ബ്രേക്ക് ആയപ്പോ വോയിസ് പോയിരുന്നു. അതായത് ഇപ്പോ ഗോപിനാഥ് സാറ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് എന്താണോ ഇൻകം അതിന്റെ 40% നമ്മളുടെ വളർച്ചയ്ക്കായിട്ട് നമ്മുടെ ഇൻബിൽറ്റ് നമ്മുടെ ഉള്ളിൽ നമ്മളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഭാഗത്തേക്ക് സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് അദ്ദേഹത്തിന് വരാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ 40% ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും അടുത്ത ഒരു റേഞ്ചിലേക്ക് കയറാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേ 40% നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ഓഫീസും നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ ട്രെയിനിങ്, നമ്മളുടെ മറ്റു കാര്യങ്ങൾ, അതിനു വേണ്ടി നമ്മൾ 40% മാറ്റണം എന്നാണ് അദ്ദേഹത്തിന്റെ നമുക്ക് ട്രെയിനിങ്ങിൽ തരുന്ന നിർദ്ദേശം. അതാണ് അത് ഈ പറയുന്ന ട്രെയിനിങ്ങുകളിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ അത് കോൺസെൻട്രേറ്റ് ചെയ്തില്ല എങ്കിൽ ആ ഏജന്റിന് അധികം കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സത്യം. അതിന് എന്റെ കൂടെ വന്ന ബൈസാറും ഞങ്ങളുടെ ഒക്കെ ഒപ്പം വന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും പല വ്യക്തികളും പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ട്രെയിനിങ്ങിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് 10 കൊല്ലം എനിക്ക് ട്രെയിനിങ്ങിൽ കിട്ടിയ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ഈ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സെഷനിലേക്ക് വരാമെന്ന് നമ്മളോട് വാശി പിടിച്ച കുറെ പേരുണ്ട്. ഇന്ന് അവരാരും ഫീൽഡിലില്ല. അപ്പൊ അതുപോലെ ജസ്റ്റ് അങ്ങനെ ഒരിക്കലും വിട്ടു നിൽക്കരുത്. ഫീൽഡ് എന്ന് പറയുന്നത് ഒരിക്കലും വിട്ടു നിന്നിട്ട് തിരിച്ചു വരാവുന്ന ഓപ്ഷൻ അല്ല. വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ടിന്യൂഷൻ നഷ്ടപ്പെടും. പഴയ പെർഫോമൻസ് ഒരിക്കലും നമുക്കൊരു കറിക്കത്തി എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഒരു കറിക്കത്തിയാണ്. അതൊരു 10 ദിവസം നമ്മൾ ഉപയോഗിക്കാതെ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് രണ്ടാമത് വീണ്ടും എടുത്ത് ഉപയോഗിക്കാൻ നോക്കും, അതൊരിക്കലും തുരുമ്പെടുത്ത് രൂപമില്ലാത്ത അവസ്ഥയായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മളും ട്രെയിനിങ്ങിൽ നിന്ന്, നിങ്ങൾ ഏത് ട്രെയിനിങ്ങിൽ പോയിക്കോളൂ, ഏതെങ്കിലും ഒരു ട്രെയിനിങ്ങിൽ നിങ്ങൾ സ്കില്ലായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒപ്പം ഉള്ള പലരും പല നെറ്റ്വർക്കിങ്ങിലും മറ്റും പോയി അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ കുളമായ ഒരുപാട് പേര് നമ്മുടെ അനുഭവത്തിലുണ്ട്. അത് അവരുടെ പ്രധാന റീസൺ അവർ ആ ട്രെയിനിങ്ങിൽ വിട്ടു നിൽക്കും. നിങ്ങൾ ഏത് ട്രെയിനിങ്ങും, ബൈജൂസ് അക്കാഡമി ആവാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ട്രെയിനിങ്ങിലാവാം, അതിൽ ഗ്യാപ്പ് കൊടുക്കരുത്. ഏതെങ്കിലും ഒരു കോഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കറക്റ്റ് അവയർനെസ്, കൺസിസ്റ്റന്റ് ആക്ഷൻ എന്ന് പറയുന്ന പോലെ ഈ രണ്ട് മിക്സ് ആവുമ്പോഴാണ് ഏതൊരു വ്യക്തിക്കും വിജയം ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് 100% കറക്റ്റ് ആണെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ സർ. ശരിയാണ്, സുരേഷ് ബാബു പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങളിങ്ങനെ ഇപ്പൊ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന സമയത്ത് നമുക്കൊരു സിസ്റ്റം അതിനകത്ത് ഉണ്ടാവുമല്ലോ. പല ആളുകളും കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷമൊക്കെ ട്രെയിനിങ്ങിന് വന്ന ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും, സാറേ ബൈജു സാറ് പഠിപ്പിച്ചത് അടുത്ത 10 കൊല്ലം ചെയ്യാനുള്ളതുണ്ട്. അപ്പൊ അതൊക്കെ പഠിപ്പിച്ചത് മുഴുവൻ ഞങ്ങൾ ചെന്ന് ചെയ്യട്ടെ, അതിനുശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോ ബാബു പറഞ്ഞത് ട്രെയിനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ ആ കണ്ടിന്യൂസ് പ്രോസസ്സിന്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പൊ ധാരാളം ഒന്നാമത് ഈ ന്യൂ ജനറേഷൻസ് നമ്മളുടെ ബിസിനസ്സിലേക്ക് അധികം വരുന്നില്ല. LICയുടെ ഭാഗത്ത് നിന്ന് ന്യൂ ജനറേഷനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ധാരാളം പ്രോസസ്സ് ഇപ്പൊ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ലേഡി ഏജൻസിന് 7000 രൂപ, 6000 രൂപ, 5000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ പുതുതായിട്ട് വന്ന് ഇവിടെ പുതുതായിട്ട് ഏജൻസി എടുത്ത് വന്ന കുറെ ആളുകളുണ്ട്. 6 മാസമൊക്കെ ആയിട്ടുള്ള നമ്മുടെ വിരൻസിനെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ ധാരാളം, ഈ പ്ലാറ്റ്ഫോമിൽ ധാരാളം ആളുകളുണ്ട്. അവർക്ക് താങ്കൾ ഒരു 10 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, 1700 പോളിസികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പുതുതായിട്ട് വന്ന ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. ഈ ഇന്റർവ്യൂ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. ബൈജൂസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ ഇത് കാലങ്ങളോളം റൺ ചെയ്യും. അപ്പൊ താങ്കൾക്ക് പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഒരു സന്ദേശം എന്താണ്? ഒരു LIC ഏജന്റ് എന്ന നിലയിൽ, വിജയിച്ച ഒരു LIC ഏജന്റ് എന്ന നിലയിലും ധാരാളം ആളുകൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതേപോലെ തന്നെയാണ് താങ്കളെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഈ
ബാബുവിനെ സംബന്ധിച്ച്? അതായത് വിജയം ആരുടെയും കുത്തകയല്ല. നമ്മള് ആരാണോ ആ കറക്റ്റ് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. ന്യൂജനാവാം, ഓൾഡ് ജനാവാം, ഇതിൽ അങ്ങനെയുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല. ആർക്കും ഇവിടെ വിജയിക്കാം. പക്ഷെ വിജയിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉള്ളിൽ വരണം. നമുക്ക് തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഒക്കെ വരും. പക്ഷെ നമ്മുടെ ലക്ഷ്യത്തിന് MDRT ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ആവശ്യമാവാം, അങ്ങനെ എന്തോ ഒരു സാധനത്തിന് ഉള്ളിൽ ഇട്ട് കത്തിക്കുക, അതിൽ വെച്ചുകൊണ്ട് ഓടുക. തീർച്ചയായിട്ടും എല്ലാവർക്കും വിജയിക്കാനുള്ള സ്പേസ് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട്. നമുക്ക് അത്യാഗ്രഹത്തിനുള്ളത് മാത്രമേ ഇവിടെ ഇല്ലാത്തുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾ പുറപ്പെടുക. നിങ്ങളുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കാൻ ബൈജൂസ് അക്കാഡമി എന്ന് പറഞ്ഞ ഇന്ന് ഇന്ത്യനെ തന്നെ നോട്ടപ്പുള്ളി ആയിട്ടുള്ള ഒരു എൻ്റെ സുഹൃത്തിന്റെ എൻ്റെ എല്ലാമായ എന്നെ ഇവിടേക്ക് എത്തിക്കുവാൻ ഒരു മുഖ്യ പങ്ക് വഹിച്ച ബൈജൂസ് അക്കാഡമി എന്ന് പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോം, അത് ഞങ്ങളുടെ രണ്ടുപേരുടെ വലിയൊരു സ്വപ്നമായിരുന്നു. ഞങ്ങള് തിളങ്ങി നിൽക്കുന്ന ഒരു ട്രെയിനർ ആവണം എന്ന് ഞങ്ങൾ ഒരുപാട് ഭാഗങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 700 രൂപ ഫീസ് മേടിച്ചുകൊണ്ട് ഞങ്ങളൊരു ട്രെയിനിങ് നടത്തുന്നതിൽ ഒരു 10 പേര് പോലും വരാതെ ഞങ്ങൾ സങ്കടപ്പെട്ട് മാറി നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, 1000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മെഗാ പ്രോഗ്രാം നമുക്ക് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അത് പൂർത്തിയാക്കുവാൻ അഹോരാത്രം മുന്നിൽ നിന്നുകൊണ്ട്. ഹലോ ഹലോ കേൾക്കുന്നില്ല? ഹലോ സാർ കേൾക്കുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്തോളൂ, കേൾക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ നമ്മുടെ കൂടെ ഏത് സഹായത്തിനും എപ്പോഴും നിൽക്കുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം നമ്മുടെ ഒപ്പം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിന്റെ ഒപ്പം സഞ്ചരിക്കുക. ഇവിടെ ആർക്കും ഇന്നവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കൂ, ഇന്നവർക്ക് മാത്രമേ, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ഇവിടെ എന്താ പറയാ, അടങ്ങാത്ത ആഗ്രഹവും ഒടുങ്ങാത്ത ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഇവിടെ LIC എന്ന് പറയുന്ന ഒരു മഹത്തായ പ്ലാറ്റ്ഫോം നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്ക് പടിവെച്ച് കയറുവാനുള്ള ഒരു ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം ബൈജൂസ് അക്കാഡമി നമ്മുടെ മുന്നിലുണ്ട്. കയറുക, എല്ലാവർക്കും വിജയം ഉറപ്പാണ്, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ സാർ, ബൈജു സാർ. ബൈജു സാറിന്റെ നെറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഞാൻ ഇപ്പൊ സംസാരം വരും, ഇപ്പൊ വരും. ഓക്കെ പറയൂ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്. പലിശയെപ്പറ്റി എന്തെങ്കിലും? പലിശയെപ്പറ്റി മീൻസ് മനസ്സിലായില്ല. അതിന്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഒരു പലിശയെപ്പറ്റി എന്തോ ഒരാൾ ചോദിച്ചു. ഹരി, ഹലോ. ബാബു, എനിക്ക് ഇടയ്ക്ക് എന്റെ നെറ്റ് ഒന്ന് പോയി. ഹരിക്കും അത് എന്തോ ഒരു ടെക്നിക്കൽ എറർ വന്നു. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നത്തെ കുറിച്ച് നമ്മുടെ രാജേഷ് സാർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം താങ്കൾക്ക് ഉണ്ടോ? മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിന്ന് വരുന്ന ഒരു ഒബ്ജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ശതമാനം അതിനെ കുറിച്ചുണ്ട്. അതിൽ നമ്മൾ ഓവർകം ചെയ്യുന്നത് റിസ്ക് തന്നെയാണ് സാർ. റിസ്ക് തന്നെയാണ്. ഇപ്പോ
അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു ബിസിനസ് ആണ്, പലിശയുടെ ഒരു ബിസിനസ് ആണ് ഇൻഷുറൻസ് എങ്കിൽ ഇപ്പോ മുസ്ലിം രാജ്യങ്ങളിൽ നമ്മുടെ ഇൻഷുറൻസിന് നിരോധിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും റിസ്ക് ആണ് ഇവിടെ മാനേജ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ഒരിക്കലും പലിശയോ കാര്യങ്ങളോ അല്ല. റിസ്കിനെ അവിടെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് ക്ലോസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ ഒരിക്കലും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എൻ്റെ ഈ 9 കൊല്ലത്തെ കരിയറിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ 23 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനാണ് സദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു പയ്യൻ. ഇവന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ റിസ്ക് മാനേജ്മെന്റും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ ഫാമിലി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു പലിശയാണ്, ഈ പരിപാടി നമ്മൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ പയ്യന് ക്ലിയർ ആയിട്ട് ആ വ്യക്തിയെ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ ബിസിനസ് അവൻ എടുത്തു. 2015 അവൻ ആ ഒരു ബിസിനസ് എടുത്തത്. 2017 ജൂലൈ 4-ാം തീയതി ആ പയ്യന് ഒരു ആക്സിഡന്റ് ആയിട്ട് 2017 ജൂലൈ 4 മുതൽ 2023 ഫെബ്രുവരി 7-ാം തീയതി വരെയും അവനൊരു കോമയിലായിരുന്നു. ജസ്റ്റ് 11,000 നമ്മൾ എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരുന്നു. ജസ്റ്റ് അവൻ മരണപ്പെട്ടു. അവന്റെ ഫാമിലിക്ക് അവന്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും വയസ്സായവരാണ്. ഒരു ഏട്ടനാണ്. ഏട്ടൻ ഫാമിലിയും മറ്റുമൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആണ്. അപ്പോ ഇപ്പോ നമ്മൾ ഈ കിട്ടിയ ബിസിനസ്സിന് മുഴുവൻ നമ്മൾ അത് ഇപ്പോ ഈ അവന്റെ ഡെത്തിൽ കിട്ടിയ എമൗണ്ട് മുഴുവൻ നമ്മൾ അക്ഷയിലേക്ക് മാറ്റി. ഇന്ന് അവന്റെ അച്ഛന്റെ ജീവിതകാലം മുഴുവനും ഇതേ 11,000 രൂപ മാസം മാസം കിട്ടുന്ന രീതിയിൽ നമ്മൾ അവിടെ കൊടുത്തു. ദെൻ ഇനി അവന്റെ അച്ഛന്റെ കാലശേഷം വീണ്ടും 11,000 രൂപ അമ്മയ്ക്ക് കിട്ടുന്ന പോലെയും, അമ്മയുടെ കാലശേഷം ഈ അമ്മയെ നോക്കുന്നത് ആരാണോ ആ വ്യക്തിക്ക് ഈ 25 ലക്ഷം രൂപ പോയി ചേരുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ അത് മാറ്റി. ഇപ്പൊ തമിഴ്നാട്ടിലുള്ള ഒരു റൂറൽ ഏരിയയിലാണ് ഇത് സംഭവിച്ചത്. കോയമ്പത്തൂരിന്റെ ഉള്ള ഏരിയയിൽ പേരൂർ. ബൈജോട്ടിനോട് ഞാൻ പല സമയത്ത് പറഞ്ഞിരുന്നു. ഇന്ന് ആ വീടില് ഞാൻ ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. ഈ വീടിന്റെ ഐശ്വര്യം സുരേഷ് ബാബു എന്ന് പറഞ്ഞ പോലെ അതിന്റെ ഫ്രണ്ടിൽ, അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്റെ ഈ 9 കൊല്ലത്തിന്റെ കരിയറിൽ എനിക്ക് നേടാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു അസറ്റായിട്ട് കരുതുന്നു. അത് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ അത് ദൈവത്തിന്റെ നിയോഗമോ മറ്റോ ആയിട്ട് അത് സംഭവിച്ചു. അത് ഒരു ഈ പറഞ്ഞ പോലെ പലിശയെ എതിർത്ത ഒരു ഫാമിലിയാണ്. പക്ഷെ നമ്മുടെ പ്രസന്റേഷനും കാര്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അത് നമ്മളത് അവിടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെയൊരു ഈ പലിശ എതിർത്ത ഫാമിലിക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പറയുന്ന സംഭവം. ഇതെല്ലാം നമ്മൾ അവിടെ ഒരു മടിയും കൂടാതെ ഈ പലിശയുടെ കാര്യം പറഞ്ഞവരെ കൊണ്ട് ഇത് നമ്മൾ ആ ഒരു ഫ്ലോയില് ആ ഒരു കഥ പറയുന്ന സിനിമയുടെ ഒരു കഥ പറയുന്ന രീതിയിൽ നമ്മളത് പ്രസന്റ് ചെയ്ത് അവന്റെ നെഞ്ചിന്റെ അവന്റെ ഉൾ മനസ്സിലേക്ക് ഇതിന്റെ ഫീലിംഗ് മുഴുവൻ എത്തിച്ചു കൊടുക്കും. ആ രീതിയിലായിരിക്കും നമ്മുടെ പ്രസന്റേഷൻ. അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്കൊരു പരിധിവരെ ബാബു, ഇവിടെ ഇതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. താങ്കളുടെ കരിയറിനകത്ത് താങ്കൾ നേരിട്ട ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒബ്ജക്ഷൻ എന്തായിരുന്നു? അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്ക് ഇപ്പൊ ഞാനും ചില സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ ഇപ്പൊ എത്ര വലിയ ട്രെയിനറൊക്കെ ആയാലും ചില ആളുകളുടെ മുമ്പിൽ നമ്മൾ ഒരു കുരുക്കിൽ പെട്ടുപോകാറുണ്ട്. ഏറ്റവും വലിയൊരു ഒബ്ജക്ഷൻ ഒക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു ഒബ്ജക്ഷൻ എന്തായിരുന്നു? ഗോപിനാഥ് സാറിന്റെ ക്ലാസ്സിൽ 8-9 കൊല്ലം പോകുന്ന ആൾക്ക് അത് ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. എങ്കിലും തുടക്കകാലത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? വേണ്ടാന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറെ അത് ലോക്കലായിട്ടുള്ള കുറെ ആളുകൾ ഇങ്ങനെയാണ് LIC അങ്ങനെ പറ്റിക്കലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അല്ല, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മളത് പിന്നെ ഒരു പരിധിവരെ മനസ്സിലാകാത്തവരോട് പിന്നെ തർക്കിക്കാൻ നിൽക്കില്ല. ശരി സാർ, ഓക്കെ സാർ, സാർക്ക് എന്നെങ്കിലും എപ്പോഴെങ്കിലും LIC നല്ലതായി തോന്നുകയാണെങ്കിൽ ഈ നമ്പറിൽ ഒരു കോൾ ചെയ്യുമ്പോൾ നമ്മളത് ക്ലോസ് ചെയ്യും. പിന്നെ അവിടെ വെറുതെ സമയം കളയാറില്ല. അത് ഫിനിഷിങ് അല്ല എങ്കിൽ നമ്മുടെ എനർജി അവിടെ കളഞ്ഞിട്ട് കാര്യമില്ല. ജസ്റ്റ് നമ്മളത് വൈൻഡപ്പ് ചെയ്യും. അധികം നമ്മളവിടെ അത് ഓക്കെ അല്ല എന്ന് തോന്നിയാൽ നമ്മളത് പതുക്കെ പിൻവലിയാറുള്ളതാണ് പതിവ്. പിന്നെ അവിടെ നമ്മൾ തർക്കിച്ച് നമ്മൾ കൺവേഴ്സ്ഡ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ അധികം സമയം കളയാറുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, കൺക്ലൂഷൻ ഇതാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്രസന്റേഷനും ചിലപ്പോൾ പോളിസി ആയിട്ട് മാറില്ല. ചിലതെന്നൊക്കെ ഞാൻ നേരത്തെ പറയാറുണ്ടല്ലോ, 10 പേരെ കാണുമ്പോൾ 2 പേരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക അതിന്റെ ഇൻകത്തെ 10 പേരെ കൊണ്ടാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കും. അത് ഏത് വലിയൊരാൾക്കും സംഭവിക്കും.
അപ്പൊ എന്തായാലും വളരെ നല്ലൊരു, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് വെക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിത് എല്ലാവർക്കും സംസാരിക്കാൻ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം സൗണ്ട് വരുന്ന അറിയില്ല. എങ്കിലും ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ചോദിക്കുന്ന ആള് മാത്രമേ ഓപ്പൺ ചെയ്ത ഉടനെ ബസ് സ്റ്റാൻഡിൽ പോയ അവസ്ഥ വരരുത്, റെയിൽവേ സ്റ്റേഷനിൽ പോയ അവസ്ഥ പോലെ സൗണ്ട് വരരുത്. ഇപ്പൊ ആർക്കെങ്കിലും ഒക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. ബാബു സാർ പിന്നെ ഒരു മ്യൂട്ടിലാണ് കാര്യം കേട്ടോ. സാറ് സാറേ ഗുഡ് ബാബു ഈവനിങ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ, താങ്കളൊന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, സാറേ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാറ് അക്ഷയ കൊടുത്ത കാര്യം പറഞ്ഞു. അത് ആ മരിച്ചുപോയ പയ്യന്റെ ഫാദറിന് കിട്ടി, മദറിന് കിട്ടി, മൂന്നാമതൊരാൾക്കും എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് സാറേ പ്രസന്റ് ചെയ്യണേ? അതായത് നമ്മളത് ജോയിന്റ് ലൈഫിൽ വെച്ചിരിക്കുകയാണ്. ഈ അച്ഛന്റെ കാലം വരെ 11,000 രൂപ അച്ഛന്, അച്ഛന്റെ കാലശേഷം സെയിം എമൗണ്ട് അമ്മയ്ക്കും പോവും. അമ്മയുടെ കാലശേഷം ഈ ഒരു ബ്രദർ ഉണ്ട്, ഈ മരിച്ച പയ്യനൊരു ബ്രദർ ഉണ്ട്. ഈ ബ്രദർ ആയിരിക്കും ഈ അമ്മയെ നോക്കാൻ 99% സാധ്യത. അപ്പൊ ആ നോക്കുന്ന മകന് പോകുന്ന പോലെ ജോയിന്റ് വെച്ചിട്ട് നോമിനിയും വെച്ചു അല്ലേ? അങ്ങനെയാണല്ലേ? അതെ അതെ അതെ, അത്രേ ഉള്ളൂ. ജോയിന്റ് ലൈഫ് വെച്ചിട്ട് നോമിനി വെച്ചിരിക്കുകയാണ് മാഡം. ഓക്കെ സാർ, ഓക്കെ സാർ. താങ്ക് യു സാർ, താങ്ക് യു സാർ. ഓക്കെ, വെൽക്കം വെൽക്കം. ബാബു നമസ്കാരം, പറയൂ. രമേശാണ്. രമേശ് പറയൂ. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയി. ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ചെറിയ പോളിസികളിൽ നിന്ന് ഇത് കഴിക്ക് മര്യാദക്ക്, അല്ല ഞാൻ മോത്തക്കകത്ത് ഒഴിക്കും. അയ്യോ അയ്യോ അയ്യോ, മ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു കുഴപ്പം ഇതാണ്. ഒരു ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാണെന്നുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാത്ത കുറെ ആളുകളുണ്ട്. പറഞ്ഞോളൂ ബാബു. അപ്പോ ഇപ്പൊ വലിയ സമ്മർഷോടുകൾ മാത്രമാണോ സംസാരിക്കുന്നത്? ഒരു ദിവസം 5 പ്രസന്റേഷൻ കൊടുക്കുന്ന രീതിയിൽ നിന്ന് 1 or 2 പ്രസന്റേഷനിലേക്ക് മാറി എന്ന് പറയുമ്പോൾ സെലക്റ്റീവ് ആയി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോയിന്റ്മെന്റ് എടുത്ത് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത് വലിയ നല്ല ക്വാളിറ്റി. അപ്പോ ഇപ്പൊ വലിയ സമ്മർഷോടുകൾ മാത്രമാണോ സെലക്റ്റീവ് ആയിട്ട് അത്തരം കസ്റ്റമേഴ്സിനെ മാത്രമാണോ കാണുന്നത്, അല്ലെങ്കിൽ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും കാണാറുണ്ടോ? ഇല്ല, എല്ലാരെയും നമ്മൾ കാണും. പരമാവധി ഒരു 90% കുറച്ച് ഹൈയിലായിരിക്കും നമ്മൾ പോകുക. ഒരു 10% നമ്മൾ ഈ പറയുന്ന 1000 വരെ നമ്മൾ കൊടുത്ത്, അതിപ്പോ ഇന്നലെ നമ്മൾ 1000 രൂപ ഒരു മാസം ഒരു 1000 രൂപ അടയ്ക്കുന്നത് പോളിസി നമ്മൾ ആനന്ദിയിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൊടുക്കാറുണ്ട്, നോ പ്രോബ്ലം. അതും ഇപ്പൊ 500 രൂപ വരെയും. അപ്പൊ ഒരു 500ന്റെ ആ 1000 രൂപയുടെ ഒരു സംസാരിക്കുമ്പോഴാണ് എനിക്കൊരു 500 രൂപ അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സംസാരിച്ച് വെച്ചിട്ട് അത് നാളെയൊക്കെ ആയിട്ട് റെഡിയാവാൻ പോകും. അതും എല്ലാം മിക്സ്ഡ് ആണ്. അല്ല നമ്മൾ ഇന്ന ഹൈയിൽ മാത്രം അങ്ങനെയൊന്നുമില്ല. നമ്മൾ എല്ലാം കൊടുക്കാറുണ്ട്, പ്രസന്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു 90% ഇപ്പോ ഒരു 20 ലക്ഷം 30 ലക്ഷം ആ ഒരു റേഞ്ചിലും അതൊക്കെ മാറുന്നുണ്ട്. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങുന്നില്ല. എല്ലാം നമുക്ക് ആവശ്യമാണ്. വളരെ നല്ലൊരു മെസ്സേജ് ആയിരുന്നു അത്. അതെ, ഞാനത് ചോദിച്ചത് എന്തുകൊണ്ടാണെങ്കിൽ, കാരണം ഒരു സമയത്ത് നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ ഹൈ സമ്മർഷ്യൂഡുകൾ ഫോക്കസ് ചെയ്യുന്ന സമയത്തും ബാബു ഇതിലേക്ക് മാറിയിരുന്നില്ല അല്ലെ? അപ്പോഴും നമ്പറിന് പുറകെയായിരുന്നു. പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അതിലേക്ക് അദ്ദേഹം എത്തിയിരുന്നില്ല. അപ്പൊ പെട്ടെന്നുള്ള ഈ ഒരു ചേഞ്ച് വന്നപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇപ്പൊ ചോദിച്ചത്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ? 1700 രൂപ പോളിസി എന്റെ പരിചയത്തിൽ കൊല്ലം ബ്രാഞ്ചിൽ സാർ 1700 മോള് തന്നെയല്ലേ അത്? അയ്യോ, ഹരി ഒന്ന് മ്യൂട്ട് ചെയ്തവരെ. ചെയ്തു. ചോദിക്കൂ സാറേ. ചോദിക്കാമോ സാർ? ഹലോ സാർ, 1000 സാർ ഈ കാലയളവിലായിട്ട് 1700 പോളിസി ചെയ്തു എന്ന് പറഞ്ഞല്ലോ. സാറിന്റെ എത്ര വർഷത്തെ സർവീസിന് അടയ്ക്കുക സാർ ഈ 1700 പോളിസി? എത്ര വർഷമായി സാർ ഏജൻസിയിൽ? 1200 ഒന്നുമല്ല സാർ, 2500 3000 ബാക്കി ലാപ്സ് ആയി പോയത്. ഓ അങ്ങനെ, ശരി. ഓക്കെ, താങ്ക് യു സാർ. ബാബു സാറേ, ഹലോ ബാബു സാറേ, എന്റെ ചെറിയൊരു ചോദ്യം സാറേ. സാറ് ആദ്യത്തെ കാലഘട്ടത്തില് നമ്മള് എന്താ വെച്ചാൽ ഭീമ സ്കൂൾ മുഖേനയാണ് ബിസിനസ് ചെയ്തതെന്ന് പറഞ്ഞു. വെരി ഗുഡ്. രണ്ടാമത് സാറ് പറഞ്ഞു പിന്നെ BNI ലെവലിലാണ് കണ്ടെത്തുന്നത്.
സാർ ഈ കസ്റ്റമറെ നമ്മുടെ പ്രോസ്പെക്ട്സിനെ എങ്ങനെയാണ് സാറ് കണ്ടെത്തുന്നത്? അതൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. ഇല്ല സാർ, നമ്മള് ഭീമ സ്കൂൾ സാർ ചെയ്തല്ലോ. സാറ് കുറെ ഏതൊക്കെ ക്ലാസ്സിൽ സാറും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭീമ സ്കൂൾ നമ്മൾ ചെയ്തു. ആ ഒരു ഫൗണ്ടേഷൻ ഇപ്പൊ ഒരു ഏകദേശം ഇതിലൊരു 700-800 കസ്റ്റമർ എന്റെ ഭീമ സ്കൂളിന്റെ കസ്റ്റമറാണ്. അപ്പൊ ആ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന സർവീസും അവർക്ക് കൊടുക്കുന്ന ആ ട്രീറ്റും അതിലൂടെ നമുക്ക് സ്പ്രെഡ് ആയിട്ട് തന്നെയാണ് ഈ 1700 ഡെവലപ്പ് ആയിരിക്കുന്നത്. എന്നെ ഇതുവരെ എത്തിച്ചത് ഭീമ സ്കൂൾ തന്നെയാണ്. അതിലൊരിക്കലും നമ്മൾ അത് തെറ്റ് പറയുന്നില്ല. എന്നാലും അതിൽ കുറച്ച് ലാപ്സും വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ബേസ് എന്ന് പറയുന്ന, എന്റെ അസ്ഥിവാരം എന്ന് പറയുന്നത് ഭീമ സ്കൂൾ തന്നെയാണ്. അതിലൂടെ ആ കസ്റ്റമറിലൂടെ അവർക്ക് ബെസ്റ്റ് സർവീസ്, അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ കണക്ഷനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം. അല്ലാതെ ഒരു തേർഡ് പാർട്ടി, നമ്മളൊരു പരിചയമില്ലാത്ത വീട്ടിലോ മറ്റോ ഒന്നും കയറി ചെല്ലാറില്ല. ഇവരുടെ റെക്കമെൻഡേഷനിലൂടെ മാത്രമേ നമ്മൾ ഒരു അടുത്തുള്ള അവിടെ പോകുള്ളൂ. റെക്കമെൻഡേഷൻ നമ്മൾ ചോദിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അത് ഗോപിനാഥ് സാറുടെ ഓരോ കാറ്റഗറിക്കും ഓരോരോ രീതിയിലാണ് നമ്മൾ അത് ചോദിക്കുന്നത്. ഒരു സെക്ഷൻ വെക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒരു റെക്കമെൻഡേഷൻ എങ്ങനെ ചോദിക്കാന്നുള്ള ഒരു ടെക്നിക്ക് ഉണ്ട് സാർ. അത് നമ്മൾ ചുമ്മാ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് സക്സസ് ആവും തോന്നുന്നില്ല. അതിനൊരു ടെക്നിക്ക് ഉണ്ട്. ആ രീതിയിലായിരിക്കണം നമ്മൾ അത് ചോദിക്കേണ്ടത്. അത് ബൈജു സാർ അതിന് നിങ്ങൾക്ക് ഒരു സെക്ഷൻ വെക്കുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഒരു ചാൻസ് തന്നാൽ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി വിവരിച്ച് തരാം. ഇപ്പൊ ഈ സെഷനിൽ അത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് റെക്കമെൻഡേഷൻ ചോദിക്കുന്നതിന് കുറച്ച് മാർഗങ്ങളുണ്ട്. ആ രീതിയിലായിരിക്കണം നിങ്ങൾ ഒരു വ്യക്തിയോട് ഒരു റെഫറൽ ചോദിക്കാൻ, റെക്കമെൻഡേഷൻ ചോദിക്കാൻ. അല്ലാതെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നമ്പർ തന്നിട്ട് ഞാൻ പറഞ്ഞൊന്നും പറയണ്ട, നീ പോയി വിളിച്ചോ കണ്ടോ ഒക്കെ ആയിരിക്കും കുറെ പേര്. ആ രീതിയിൽ ഒരിക്കലും നിങ്ങൾ ഒരു റെഫറൽ ചോദിക്കില്ല. അപ്പൊ ഒരു ഡോക്ടറോട് എങ്ങനെ റെഫറൽ ചോദിക്കണം, ഒരു ബിസിനസ്സുകാരനോട് എങ്ങനെ ചോദിക്കണം, ഒരു കൂലിപ്പണിക്കാരനോട് എങ്ങനെ ചോദിക്കണം, അങ്ങനെയുള്ള കുറെ വലിയൊരു നീണ്ട ഒരു സംഭവമാണ് അത്. നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിൽ അത് കുറച്ചുകൂടി വൈഡായിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ബാബു പിന്നെ ക്ലാസ് വെക്കാം. കാരണം ഒരു ട്രെയിനർ മൂപ്പരുടെ ഉള്ളിലുണ്ട്. അപ്പോ അത് നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ സുരേഷ് ബാബു സാറിന്റെ കുറച്ച് സെഷൻസ് ഒക്കെ നമുക്ക് വെക്കാം. അപ്പൊ ഇനി ആർക്കും കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ. വേഗം ചോദിക്കും. ആദ്യ സമയത്ത് സാറേ ആദ്യമായിട്ട് MDRT ചെയ്തപ്പം ചെറിയ ചെറിയ പോളിസികളിലൂടെയാണ് വലിയൊരു എമൗണ്ട് കളക്ട് ചെയ്തതെന്ന് പറയുന്നു. സാർ അതിന് പ്രത്യേകമായിട്ട് ഒരു എന്താ പറയാ, പ്രത്യേകമായിട്ടൊരു പ്ലാനർ ഉണ്ടായിരുന്നോ സാറിന് അതിനായിട്ട്? അതെ, ഉള്ളിൽ MDRT എന്ന് പറഞ്ഞ വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ നമ്പർ ഓഫ് പോളിസി എന്നെ അതിൽ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ നമ്പർ ഓഫ് പോളിസിയുടെ സൈസ് ഞാൻ 2020 കൊറോണ കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ MDRT ആയത്. ഒരു വീട്ടിലും കയറി ചെല്ലാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലും ലോക്ക്ഡൌൺ സമയത്തും ആണ് ഞാൻ MDRT ആയത്. പക്ഷെ അതിൽ കുറച്ച് എല്ലാം മിക്സ് ചെയ്ത കാറ്റഗറി ആയതുകൊണ്ട് നമുക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിച്ചു. 20 മുതൽ 24 വരെയുള്ള ഈ 4 കൊല്ലമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ MDRT ഫിനിഷ് ചെയ്തത്. അപ്പൊ അതിലെല്ലാം മിക്സിംഗ് ആയിരുന്നു. പക്ഷെ കുറച്ച് ബിഗ് ആയിട്ട് ഞാൻ ആ 19 വരെ ചെയ്തതിന്റെ ബിസിനസിന്റെ സൈസ് മുഴുവൻ 20-ൽ കുറച്ച്. ഭീമ സ്കൂൾ കൂടി തന്നെയാണോ സാർ ചെയ്തത് MDRT? ആദ്യത്തെ MDRT 90% ഭീമ സ്കൂൾ ആയിരുന്നു. ഓക്കെ സാർ. സാറേ ഭീമ സ്കൂള് പ്രസന്റ് ചെയ്യുമ്പോൾ സാറ് ഏത് രീതിയിലാണ് അത് പ്രസന്റ് ചെയ്യുന്നത്? ഭീമ സ്കൂൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഭീമ സ്കൂൾ പ്രസന്റ് ഇനിയിപ്പൊരു സെഷൻ വെക്കേണ്ടി വരും. ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 9:30 ആയി. കാരണം എനിക്ക് മനസ്സിലായി. സുരേഷ് ബാബു സാറിന്റെ നമ്പർ ഞാന് ഒന്ന് പറഞ്ഞോളൂ ബാബു, നമ്പർ ഒന്ന് പറഞ്ഞോളൂ. പേഴ്സണലായിട്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടോ വാട്സപ്പിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നാളെ രാവിലെ വരെ ഞാൻ ഈ സെഷൻ നടത്തിക്കൊണ്ട് പോകേണ്ടി വരും. നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. 9847 99 52 91. ഓക്കെ, താങ്ക് യു സർ. ഒക്കെ കൂടി പറയാം. 9847 99 52 91. ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു. സ്ഥലം ഇവിടെ പാലക്കാട് തന്നെയാണോ? പാലക്കാട്. പാലക്കാട്ടുകാരാണ്. ഏതാ?
അല്ല 5291 98. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഒരു ഡൗട്ട് കൂടെ ചോദിച്ചിട്ടുണ്ട്. പറയൂ. സാറ് നമ്മൾ ഒരു കസ്റ്റമറെ കാണുമ്പോഴേ അവർക്ക് ഏത് പോളിസി കൊടുക്കണമെന്ന് സാർ എങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്? അത് സാർക്ക് എക്സ്പീരിയൻസിലൂടെ വരുന്നതാണ് സാർ. അത് സാർ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് സാർക്ക് എക്സ്പീരിയൻസിലൂടെ വരുന്നതാണ്. അത് പെട്ടെന്ന് വരാൻ സമയമെടുക്കും. കുറച്ച് സാർ അത് നിൽക്കുമ്പോൾ വരും. സാർ ഒന്ന് സ്റ്റില്ലായിട്ട് ഒരു 10-50 പേരെയൊക്കെ കണ്ട് സാർ അത് എക്സ്പീരിയൻസിലൂടെ വരുന്നതാണ്. ഏത് പ്ലാൻ കൊടുക്കാം അത് നമുക്ക് വരണം. നമ്മളെ എല്ലാ പ്ലാനും ഒരു ആഴത്തിലല്ലെങ്കിലും എല്ലാ പ്ലാനും ബേസ് ആയിട്ട് പഠിച്ചാൽ നമുക്കൊരു പാർട്ടിയെ കാണുമ്പോൾ ഇവർക്ക് ഏത് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഓടിയെത്തുന്നതാണ്. അത് നമുക്ക് എങ്ങനെയെന്നുള്ളത് എക്സ്പീരിയൻസിൽ വരുന്ന ഒരു സംഭവം. ഒരു ചോദ്യം കൂടി ഉണ്ട്. അതായത് സാറ് പറഞ്ഞു ആദ്യം 5 പേരെങ്കിലും കാണാറുണ്ടായിരുന്നു പറഞ്ഞു അല്ലേ? അപ്പൊ ആ സമയത്തും വിത്ത് ഫാമിലി തന്നെയാണോ പോകുന്നത്? വിത്ത് ഫാമിലി തന്നെയാണ് സാർ പോകുന്നത്. 5 പേരെ കാണാനും വിത്ത് ഫാമിലിയാണ്. ഓ ശരി ശരി. ഇപ്പോഴാണ് അതിന് കുറച്ച് കുറവ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. പണ്ടത്തെ കാലത്ത് ബാബു എല്ലാ പ്രസന്റേഷനും രാത്രി 10 മണിക്കും 10:30ക്കും ഒക്കെ കസ്റ്റമറുടെ വീട്ടിൽ വൈകിട്ട് ആ സമയത്ത് അങ്ങനെ അതെ തീർച്ചയായിട്ടും അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതെ ഹരി ഒന്ന് മ്യൂട്ട് ചെയ്തവരെ. സുരേഷ് ബാബു സാറിന്റെ നമ്പർ ഒന്നുകൂടെ പറയാം. സുരേഷ് ബാബു സാർ നമ്പർ ചാറ്റ് ബോക്സിൽ ഹരി അവിടെ ഈ സംസാരിക്കുന്ന ആളെ ഒന്ന് മ്യൂട്ട് ചെയ്തേ. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? സുരേഷ് ബാബു, ഗുഡ് ഈവനിങ്. ഞാൻ കൃഷ്ണൻകുട്ടിയാണ്, തൃപ്പൂണിത്തുറ KK എന്നറിയപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, മ്യൂട്ട് ചെയ്യൂ, അൺമ്യൂട്ട് ചെയ്യൂ. ബാബു മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യൂ. സുരേഷ് ബാബു സാറ് അൺമ്യൂട്ട്. സാർ ഹലോ, കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ വളരെയേറെ സന്തോഷം. ഇന്നത്തെ ഈ സെഷൻ ഒത്തിരി ഉപയോഗപ്രദമാണ്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാത്തിനും ആൻസർ തന്നുകൊണ്ടാണ് ഇന്നത്തെ സെഷൻ നടത്തിയിട്ടുള്ളത്. എന്നാലും ഒരു ചെറിയ ചോദ്യം മാത്രം. ഇന്ന് നമ്മളെല്ലാവരും ഒരുപക്ഷെ സ്റ്റക്കായി പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അതായത് നമ്മൾ പ്രസന്റേഷൻസ് കഴിഞ്ഞ് പാർട്ടിയുടെ ഒരു തീരുമാനം വരാൻ ചിലപ്പോഴൊക്കെ ഒരു സ്റ്റക്കായി പോകും. ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയായിരിക്കും സുരേഷ് ബാബു ഓവർകം ചെയ്യുന്നത്? അതായത് നമ്മൾ മീറ്റിംഗ് നടത്തുന്നു, പ്രസന്റേഷൻ ചെയ്യുന്നു, അവർക്ക് വേണ്ട തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ചെയ്തു, നമ്മൾ പ്രപ്പോസലും വെച്ചിരിക്കുന്നു. പക്ഷേ നമുക്ക് അവരുടെ ഫൈനൽ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചിട്ടില്ല. എങ്ങനെയായിരിക്കും അതിനെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുന്നത്? അപ്പൊ നമ്മളത് പറയും സാർ. പറയും സാർ, ഞാനൊരു നാളെ ഇതേ സെയിം പാക്കേജിലുള്ള ആ ഡേറ്റ് നാളെയോ മാക്സിമം 48 മണിക്കൂർ സാർ ഒരു പ്രസന്റേഷൻ കൊടുത്ത് 48 മണിക്കൂറിനുള്ളിൽ അവന്റെ കയ്യിൽ സോഴ്സ് ഉണ്ടെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ചെക്കോ ക്യാഷോ DD-യോ എന്തെങ്കിലും ഒരു സാധനം സാർ പിടിച്ച് മേടിച്ചില്ലെങ്കിൽ ആ സാധനം ഒരു 90% നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യത. അവന്റെ ഉള്ളിൽ ക്യാഷ് ഉണ്ട്, അവന് തരാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയും ജസ്റ്റ് സാർ നാളെ നമ്മളൊരു 17 പേരുടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, അപ്പൊ സാറുടെ ചെക്കാണോ ക്യാഷ് ആണോ ഒന്ന് ചോദിക്കും. അപ്പോഴും അവര് വന്ന് സ്ലിപ്പ് ആവുമ്പോൾ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്തായാലും അത് മേടിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അടുത്തൊരു ഡേറ്റ് കിട്ടും. അല്ലെങ്കിൽ ആ ഒരു സ്പീച്ചിൽ തന്നെ ആ ഒരു സമയത്ത് തന്നെ നമ്മളത് ചെക്ക്. ഇപ്പൊ 1 കോടിയുടെയൊക്കെ ഒരു സിറ്റിങ്ങിൽ തന്നെ ഞാൻ ആ ചെക്ക് മേടിച്ചത്. അപ്പൊ അത് എന്റെ കൂടെ ഒരു സിറ്റിങ്ങിൽ ആ ചെക്ക് ഞാൻ മേടിച്ചു. 3 ലക്ഷം രൂപ ക്വാർട്ടർലി വരുന്നത് ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ അത് ക്ലോസ് ചെയ്യും. അപ്പൊ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ നമ്മളത് മേടിക്കും. പിന്നെ സ്പാർക്ക് ഇല്ല, അതൊന്ന് കത്തിയെടുക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും. അത് അവിടെ നമ്മുടെ ആ ഒരു കൃഷ്ണൻകുടി സാറേ, അതിനകത്ത് എനിക്ക് കൺക്ലൂഡ് ചെയ്യണം, ഈ ഗോപിനാഥ് സാറിന്റെ സെഷനകത്ത് നെക്സ്റ്റ് ആക്ഷൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. അതായത് നിങ്ങളൊരു കസ്റ്റമറുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് അടുത്ത ഡേറ്റ് കസ്റ്റമറിനെ തന്നെ വാങ്ങുന്നില്ലേ ബാബു? അങ്ങനെ ഒരു സെഷൻ സാർ എടുക്കില്ലേ? നെക്സ്റ്റ് ആക്ഷൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ട് ഗോപിനാഥ് സാറിന്റെ സെഷനിൽ. കസ്റ്റമറുടെ മുമ്പിൽ തന്നെ അടുത്ത ആക്ഷനിലെ ഡേറ്റ് കസ്റ്റമറുടെ നിന്ന് വാങ്ങാം. അത് ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് ബാബുവിനെ ഞാൻ കണ്ടിരിക്കുന്നത്. ചെക്ക് വാങ്ങിയിട്ടേ വരുള്ളൂ. അത് എങ്ങനെയാണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ പിന്നെ വിത്ത് വിതച്ചിട്ട് കൊയ്ത്തുത്സവവും കൂടി അതേ ദിവസം നടത്തി വരുന്ന കൂട്ടത്തിലുള്ളൊരു ക്ലോസിംഗ് മെത്തേഡാണ് മൂപ്പരുടെ കയ്യിൽ ഇരിക്കുന്നത്. അതില് ഡിഫോൾട്ടും വരാറുണ്ട് സാർ. കാരണം നമ്മള് ഇതിപ്പോ സാർ നമ്മൾ പോയി കണ്ടില്ല, ഓർമ്മയുണ്ടോ? അതൊക്കെ ആ ഒരു രീതി ക്ലോസ് ചെയ്താണ്. മനസ്സിലായി.
അതില് ബാക്കിൽ ഈ പറയുന്ന നിധി കാക്കുന്ന കുറെ ഭൂതങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഏജന്റുമാര് തന്നെയാണ്. അപ്പോ ഈ ഒരു 3 ലക്ഷവും 5 ലക്ഷവും അവൻ 3000 രൂപയ്ക്ക് അവിടെ തലകുത്തി നിന്ന് അവിടെയാണ് നമ്മൾ 3 ലക്ഷവും 5 ലക്ഷവും ചെക്ക് മേടിച്ച് വരുമ്പോ ഈ തൊട്ടടുത്ത ഏജന്റ് എങ്ങനെയെങ്കിലും മണത്തറിഞ്ഞിട്ട് ഇതുകൊണ്ട് അയ്യോ നിങ്ങൾ ഈ 3 ലക്ഷമൊക്കെ LIC കൊണ്ട് അടയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള നിധി കാക്കുന്ന ഭൂതമാണ്. നമ്മുടെ ഈ നിധിയുടെ മേലെ അവൻ ഒരു സർപ്പത്തിന് പോലെ അതിന് കാത്തു കിടക്കുക എന്നല്ലാതെ ഈ നിധിനെ എടുക്കാൻ വരുന്നവൻ അവനിട്ട് ഒരു കൊത്തു, അല്ലാതെ അവൻ അതിനെ യൂസ് ചെയ്യില്ല. അങ്ങനെ കുറെ ഏജന്റുമാര് തന്നെയാണ് നമ്മുടെ പാര. എന്റെ ഒരു വലിയ ഒരു 60 ലക്ഷത്തിന്റെ ഒരു ബിസിനസ്സിന് ഇതുപോലെ ഒരു ഏജന്റ് പോയി കൺഫ്യൂഷൻ ആക്കിയിട്ട് ഇപ്പൊ 1 ലക്ഷം രൂപ ക്വാർട്ടർലി അടവ് വരുന്നുണ്ട്. അതിന്റെ ആ ഏജന്റ് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, ഈ 1 ലക്ഷം രൂപ ആ ഏജന്റ് നിങ്ങൾക്ക് അടച്ചു തരണമായിരുന്നു, ഇങ്ങനെ ആരെങ്കിലും ചേരുമോ എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു 60 ലക്ഷം രൂപ 60 ലക്ഷം രൂപയുടെ പോളിസിയാണ് അത്. ഞാൻ ബൈക്ക് കൂടി അന്ന് സോൾവ് ചെയ്യാൻ പോയിട്ട് പോലും അവിടെ മൊത്തം ഇതായി. അങ്ങനെയുള്ളതും വരും. ഇങ്ങനെയുള്ള ക്ലോസ് ചെയ്യുമ്പോൾ അതും വരും, പോസിറ്റീവും വരും, നെഗറ്റീവും വരും. അല്ലാതെ ഇതിൽ കുറെ പോസിറ്റീവ് മാത്രമല്ല, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളും അവിടെ സംഭവിക്കാറുണ്ട്. ഓക്കെ, എനിവേ സുരേഷ് ബാബു വളരെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ ആണ്. താങ്ക് യു. എന്താണെങ്കിലും നല്ല വലിയൊരു ആശംസ അറിയിക്കുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഫോൺ നമ്പർ ഫോൺ നമ്പർ കുറെ തവണ പറഞ്ഞല്ലോ, പിന്നെ എന്താ നിങ്ങൾ ഈ ഫോൺ നമ്പർ ചോദിച്ചോണ്ട്? ഇപ്പൊ 5ാമത്തെ തവണ എങ്ങാണ്ട് ഫോൺ നമ്പർ പറഞ്ഞുകൊണ്ടിരിക്കുക. ചാറ്റ് ബോക്സിൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ പറയൂ ബാബു. 9847. നമ്മുടെ ഗ്രോമാക്സ് ക്ലബിലെയും ചാമ്പ്യൻസ് ക്ലബിലെയും ആളുകൾ ഫോൺ നമ്പർ ചോദിക്കണ്ട, ഞാൻ സെഷൻ കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇട്ടോളാം. 9847 9847 ഓക്കെ, എനിവേ നമ്മൾ ഇനി അടുത്ത സംഗതിയിലേക്ക് കടക്കുന്നില്ല. സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ഇരിക്കേണ്ടി വരും. അപ്പോ എന്തായാലും ബൈജൂസ് അക്കാദമിയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങള് എങ്ങനെ പറയാം കൃഷ്ണൻകുട്ടി സാറേ, ചങ്കുമായിട്ട് നടന്ന് ഒരുപാട് പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഒരുമിച്ച് നടന്നാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആളൊരു ഘട്ടത്തില് ഗോപിദാസ് സാറിന്റെ മാത്രം അരുമ ശിഷ്യനായിട്ട് മാറി. ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോ എന്തായാലും ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്തരത്തിൽ വളരെ ജെന്യൂൻ ആയിട്ട്, എനിക്കതാ ബാബുവിന്റെ ഡിസ്കഷനിൽ എനിക്കതാ മനസ്സിലായത്, യാതൊരു പൊടിപ്പും തൊങ്ങലും ഒന്നുമില്ല. ഒരു സാധാരണ പാലക്കാട്ടുകാരന്റെ നന്മയോടും ആ ഒരു ലാംഗ്വേജോടും കൂടിയിട്ട് വളരെ സാധാരണക്കാരനായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. സാധാരണ നമ്മൾ പലരെയും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ വിളിക്കുമ്പോൾ അവർ ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ വേണ്ടി, പിന്നെ ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബാബു പറഞ്ഞ ആൻസറിൽ വെച്ച് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ കടക്കുകയായിരുന്നു. ക്വസ്റ്റ്യൻസ് വേണമെന്നൊക്കെ ഒരു ഘട്ടത്തിൽ മൂപ്പർ പറഞ്ഞെങ്കിൽ ഞാൻ കൊടുത്തില്ല. എന്റെ പ്ലാറ്റ്ഫോമിൽ ഇനി ആര് ചാറ്റ് ചാമ്പ്യൻസിൽ വരികയാണെങ്കിലും ആദ്യം ക്വസ്റ്റ്യൻ തരില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ജെന്യൂൻ ആയിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഉറപ്പായിട്ടും വലിയ വിജയങ്ങൾ ആഗ്രഹിക്കുന്ന ഏജൻസി സുഹൃത്തുക്കൾക്ക് ഇതൊരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും. സോ സല്യൂട്ട് യു ബാബു. ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ, അതായത് താങ്കൾ പറഞ്ഞ പോലെ 5 കൊല്ലം കഴിയുമ്പോൾ MDRT, 10 കൊല്ലം കഴിയുമ്പോൾ COT ഒക്കെ ആവാൻ താങ്കൾക്ക് അവസരം ഉണ്ടാവട്ടെ. ആ അറിവുകൾ വീണ്ടും ഞങ്ങളുടെയൊക്കെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറഞ്ഞു തരാനുള്ള നന്മയും കൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. വെരി ഗുഡ് ക്ലാസ്. സൂപ്പർ. താങ്ക് യു സർ. പിന്നെ വെൽക്കം മാഡം. ബൈജൂസ് അക്കാദമിയുടെ ഗ്രോമാക്സ് ക്ലബിൽ ജോയിൻ ചെയ്യാൻ ആളുകൾക്ക് ഇനി അവസരം ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നാളെ നമ്മുടെ സെഷൻ ഉണ്ട്. ടാക്സേഷൻ ഇൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലാണ്. ഡോക്ടർ പ്രശാന്ത് ആണ് ക്ലാസ് എടുക്കുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനർ ആണ്. ടാക്സേഷനെ കുറിച്ച് കുറെ ആളുകൾ ടാക്സേഷനെ കുറിച്ച് നമ്മുടെ അടുത്ത് ക്ലാസ് വേണമെന്ന് പറഞ്ഞിരുന്നു. നാളെ രാത്രി 8 മണിക്ക് അത് നമ്മുടെ ഗ്രോമാക്സ് ക്ലബിലും ചാമ്പ്യൻസ് ക്ലബിലും മാത്രമേ അതിന്റെ ലിങ്ക് വരുള്ളൂ. അത് ഫ്രീ ക്ലാസ് അല്ല. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഗ്രോമാക്സ് ക്ലബിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോ നാളെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ക്ലാസ്സും കൂടെ കിട്ടും. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. Thank you, sir. Thank Thank you, you so Suresh much. Babu sir. Thank you, Thank you, Baiju Baiju sir. sir. Thank you so much. Thank you, Suresh sir. Thank you so much. Thank you, Baiju sir. Thank you, Suresh sir.